ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാമോ? ഇടയ്ക്ക് മെസ്സേജ് തരണേ. ചോദിക്കുന്നതിന് റിപ്ലൈ തരണം കേട്ടോ. ഓക്കെ. എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോഴേക്കും ടെൻഷൻ ഒന്നും അടിക്കരുത്. ഏറ്റവും ആദ്യം വേണ്ടത് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാം ആകുമ്പോഴേക്കും നമുക്ക് അങ്ങ് ഭയങ്കര ടെൻഷൻ അങ്ങ് ആവുക ചെയ്യുന്നത്. അപ്പൊ തീരെ ടെൻഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾ ഇരിക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് ടെൻഷൻ. എല്ലാവർക്കും ഉള്ള പ്രശ്നം ടെൻഷനാണ്. അറിയാൻ പാടില്ലാത്തതല്ല. നമ്മള് ടെൻഷൻ അടിച്ച് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കൂടി തെറ്റിച്ചു വെക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ടെൻഷൻ ഇല്ലാതെ ഇരുന്ന് പഠിക്കുക. സോ ടോസ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ കേട്ടത്തിന്റെ കാറ്റഗറി 3യുടെ ലൈവ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. അത് നിങ്ങൾ പക്കയായിട്ട് പോകും. അതിനി നിങ്ങൾ രണ്ടാമത് നോക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് അതിന്റെ തിയറി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നതാണ് നമ്മളിപ്പോ എയിം ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്ത് കോണ്ടന്റ് ഏരിയ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പെഡഗോഗിയുടെ ഏരിയയും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് സമയം കളയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മള് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് 2025 ജാനുവരിയിൽ നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോണ്ടന്റ്സ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ചിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തരാം. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. കോർഡിനേറ്റ് ജോമെട്രി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ്സിന് പഠിക്കേണ്ടത് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ തിയറീസ് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ പെഡഗോഗിയിലെ ഒരു 2 ടോപ്പിക്ക് മാത്രം എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണ്. ഇനി സമയമൊന്നും കളയുന്നില്ല. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണ്. അപ്പൊ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പഠിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. എന്തൊക്കെയാണ്? എന്താണ് സീക്വൻസ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് സീരീസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. വാട്ട് ഈസ് എ സീക്വൻസ്? എ സീക്വൻസ് ഈസ് ആൻ എൻഡ്ലെസ് സക്സഷൻ ഓഫ് നമ്പേഴ്സ് placed in certain order so that there is first number, second number and so on. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു നമ്പർ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ഒരു നമ്പർ ഉണ്ടായിരിക്കും, മൂന്നാമത്തെ നമ്പർ ഉണ്ടായിരിക്കും. അങ്ങനെ എൻലെസ് ആയിട്ട് നമുക്ക് അങ്ങനെ പോകുന്ന ഒരു ശ്രേണിയാണ് എന്തെന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. അത് അതിന് പ്രത്യേക ഫോമാറ്റിലായിരിക്കും. ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ അങ്ങനെ പറഞ്ഞ് നമ്മൾ കോമ ഇട്ട് എഴുതുന്നത്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ കോമ ഇട്ട് യൂസ് ചെയ്യുന്ന എഴുതി പോകുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരാണ് സീക്വൻസ് എന്ന്. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The individual terms of a sequence are summed up with plus or minus sign. The sequence become a series. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആ സീക്വൻസിന്റെ നമ്പേഴ്സ് ഒക്കെ പ്ലസ് സൈൻ അല്ലെങ്കിൽ മൈനസ് സൈൻ ഇട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ടേം പ്ലസ് രണ്ടാമത്തെ ടേം പ്ലസ് മൂന്നാമത്തെ ടേം പ്ലസ് എക്സെട്ര, ഇങ്ങനെ, അതായത് മൈനസ് ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇട്ട് എഴുതുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസിന്റെ അകത്ത് ഒരു സം ഇട്ട് കഴിഞ്ഞാൽ, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായി മാറും? സീരീസ് ആയിട്ട് മാറും. ഈ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ആ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സീക്വൻസ് ആണ്. നമ്മളത് പ്ലസ് ഇട്ടിട്ടല്ല പറയുന്നത്, അല്ലെ? നോർമൽ ആയിട്ട് കോമ ഇട്ടിട്ടല്ലേ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പറയുന്നത്. സോ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു സീക്വൻസ് ആണ്. അത് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ആണോ, സീരീസ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നമുക്ക് ചോദ്യം വരാവുന്നതാണ്. ഇത് അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഇനി അതിന്റെ ഓരോരോ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്താണ്? ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് സച്ച് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് കോൺസ്റ്റന്റ്. എന്താണ് പറയുന്നത്? അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ആണ്. നമ്പേഴ്സിന്റെ കുറേ സീക്വൻസ് ആണ്. എങ്ങനെയുള്ള നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്? അവരുടെ ഡിഫറൻസ്, അടുത്തടുത്തിട്ടുള്ള 2 ടേംസിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്തടുത്ത
നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ടേം ആണെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസ് ആണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ഷോർട്ട് നോട്ട് എഴുതി എടുത്താൽ മതി കേട്ടോ. ഇതിന്റെ നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തത് ദ കോൺസ്റ്റന്റ് നമ്പർ ഈസ് കോൾഡ്. നമ്മൾ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലേ, ആ കോൺസ്റ്റന്റ് നമ്പറിന് പറയുന്ന പേരാണ് ഡി, അതായത് കോമൺ ഡിഫറൻസ്. നമ്മൾ ഡിനെ ഡിനോട്ട് ചെയ്യുന്ന കോമൺ ഡിഫറൻസ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സെട്ര എന്ന് പറയുന്നത് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം, അത് എ ആണ്. സെക്കൻഡ് ടേം ആണിത്, എ പ്ലസ് ഡി വരും. തേർഡ് ടേം ആണ് എ പ്ലസ് 2d എന്ന് പറയുന്നത്. ഫോർത്ത് ടേം ആണ് എ പ്ലസ് 3d എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? അപ്പൊ ഫിഫ്ത്ത് ടേം എ പ്ലസ് 4d ആണ്. അങ്ങനെയാണെങ്കിൽ nth ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും. അതായത് ഇവിടെ ഡി വന്നപ്പം രണ്ടാമത്തെ ടേമാണ് നമുക്ക് കിട്ടിയത്, 2d വന്നപ്പം മൂന്നാമത്തെ ടേമാണ് നമുക്ക് കിട്ടിയത്. സോ ഇവിടെ n മൈനസ് 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ടേം കിട്ടും? nth ടേം നമുക്ക് കിട്ടും. സോ nth ടേം ഓഫ് an AP is an is equal to a plus n minus 1 into d എന്ന് എഴുതാം. സം ഓഫ് n ടേംസ് ഓഫ് an AP. ഇനി അടുത്തത് ഇവരുടെ സമ്മാണ്. അതായത് ഇതിനെല്ലാത്തിനെയും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് കിട്ടുന്നത്? അതിന് നമുക്ക് മെയിൻ ആയിട്ട് 3 ഫോർമുല പഠിച്ചാൽ മതി. എന്താണ്? Sn is equal to n by 2 into 2a plus n minus 1 into d. ഇതാണ് ഫസ്റ്റ് ഫോർമുല, എല്ലാവർക്കും അറിയുന്നതാണ്. അടുത്തതോ Sn is equal to n by 2 into a1 plus an. Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ n ടേംസിന്റെ സമ്മ. ആദ്യത്തെ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും ഇപ്പം സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആണുള്ളത്. അതായത് 1, 2, 3 തൊട്ട്, അതായത് 1 + 2 + 3 എക്സെട്ര എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് n × n + 1/2 എന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ അത് 5, 5, 6, 7 അങ്ങനെ പറഞ്ഞു പോയിട്ട് അങ്ങനെ ഉള്ള സം അല്ല, ആദ്യത്തെ നമ്പേഴ്സ് ആണ്. അപ്പൊ സോ സം ഓഫ് ഫസ്റ്റ് n ഒരു AP-ന്റെ അകത്തെ ആദ്യത്തെ n ടേംസിന്റെ സം കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് n by 2 into 2a plus n minus 1 into d എന്ന് പറയുന്നത്. സോ Sn is equal to n by 2 d. നമുക്ക് തരുന്നത് n-ഉം d-യും a-യും തന്നു കഴിഞ്ഞാലാണ് ഈ ഇക്വേഷൻ. ഇവരുടെ തമ്മിലുള്ള റിലേഷൻ ആണത്. ഇവിടെ എന്ന് പറയുന്നത് സം ഉണ്ട്, n ഉണ്ട്, അതുപോലെ ഫസ്റ്റ് ടേം, ഇത് nth ടേം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേമും തന്നു കഴിഞ്ഞാൽ സം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് എന്ത്? Sn എന്ന് പറയുന്നത്. സോറി, n by 2 into a1 plus an എന്ന് പറയുന്നത്. അടുത്തതോ Sn is equal to middle term into n എന്നൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. Sn is equal to middle term into n എന്ന് പറയുന്നത് ഒരു ഇക്വേഷനും കൂടി നമുക്കുണ്ട്. അപ്പൊ ഈ മിഡിൽ ടേം ഇൻറ്റു n എന്ന് പറയുന്നത് നമുക്ക് ആവറേജുമായിട്ട് മീറ്റ് ചെയ്യാം. നമുക്ക് ഈ AP എന്ന് പറയുന്നത്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് ഡിഫറൻസ് ഉള്ള ഒരു ടേം ആണല്ലോ. അപ്പൊ നമുക്ക് ഈവൺ നമ്പേഴ്സിന്റെ ഒരു നമ്പർ എടുത്തിട്ട് ആ ഈവൺ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഒരു 29 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈവൺ നമ്പേഴ്സ് ഒരു ആദ്യത്തെ അല്ല, ഏതെങ്കിലും 5 ഈവൺ നമ്പേഴ്സിന്റെ ഏതെങ്കിലും 5 ഈവൺ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 29 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് മിഡിൽ ടേം, ഈ 5 ടേംസ് ഉണ്ടല്ലോ, ഈ 5 പേരില് നടുക്കത്തെ ആളെന്ന് പറയുന്നത് മൂന്നാമത്തെ ടേം അല്ലേ, മൂന്നാമത്തെ നമ്പർ അല്ലേ, ആ മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ 29 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റും ഈ ഒരു കൺസെപ്റ്റും തമ്മിൽ നല്ല റിലേഷൻ ആണുള്ളത്. അപ്പം Sn സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു n ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ AP-ന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. നോട്ട് എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വേഗം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. The sum of first 9 terms of an arithmetic sequence is 225. അറിയാവുന്നവർ ചെയ്തോളൂ കേട്ടോ, ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് മെസ്സേജ് അയക്കുക കേട്ടോ. വേഗം തന്നെ, എത്ര മിനിറ്റ്? 1 മിനിറ്റും കൊണ്ട് ഇത് ചെയ്ത് കഴിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the sum of the first 9 terms of an arithmetic sequence is 225. The fifth term of the sequence is. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതണം. എന്താണ്? sum of first 9 terms. S9 നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 225 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫിഫ്ത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. A5 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 9 ടേം ആണുള്ളത്. അപ്പൊ ഈ 5ാമത്തെ ടേം എന്ന് പറയുന്നത് അതിന്റെ നടുവിലത്തെ ടേം അല്ലേ, അതായത് മിഡിൽ ടേം അല്ലേ? ഈ 5ാമത്തെ ടേം, ആകെ 9 ടേം ഉണ്ട് എങ്കിൽ 5ാമത്തെ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ മിഡിൽ ടേം ആയിരിക്കും.
സോ നമുക്ക് എന്ത് എഴുതാം? ആ എസ് എൻ ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു എൻ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാലോ. ഇവിടെ നമുക്ക് എല്ലാം ഉണ്ട്. എൻ എന്ന് പറയുന്നത് 9 ആണ്. എൻ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം 9 ആണ്. മിഡിൽ ടേം എന്ന് പറയുന്നതാണ് ഈ A5 എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ ഇക്വേഷൻ മാറ്റി എഴുതാം? എസ് എൻ ഇസ് ഈക്വൽ ടു A5 ഇൻറ്റു എൻ എന്ന് എഴുതാം അല്ലെ. നമുക്ക് ആ A5 ആണ് വേണ്ടത്. ഇനി ഓരോന്നിനും വാല്യൂ കൊടുക്കുക. A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ആ സമ്മ് S9 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 9 ആണ്. അതായത് 225 ഡിവൈഡഡ് ബൈ 9. വേഗം കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ പറയൂ. ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആൻസർ വരുന്നത്? 225 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത് 25 ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ വേഗം വേഗം ആൻസേഴ്സ് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്, 25 എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളവർ പറയുക, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ജസ്റ്റ് ഇത് ഒന്നുകൂടി പറയാം. ഒന്നുകൂടി കേട്ടിരുന്നു, നല്ല കാര്യമല്ലേ? ആദ്യത്തെ 9 ടേംസിന്റെ സം തന്നിട്ടുണ്ട്. S9 225 ആണ് തന്നിട്ടുണ്ട്. A5 എന്ന് പറയുന്നത് എന്താണ്? 9 ടേം ആണ് ആകെ ഉള്ളതെങ്കിൽ A5 എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. സോ നമുക്കുള്ള ഇക്വേഷൻ Sn is equal to മിഡിൽ ടേം ഇൻറ്റു n എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. സോ Sn നമുക്കറിയാം 225. n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 ആയിരിക്കും. അതുകൊണ്ട് A5 മിഡിൽ ടേം ആണ്. A5 equal to മിഡിൽ ടേം which is equal to Sn by n എന്ന് വരും. Here Sn is S9, that is 225 divided by n എന്താണ്? 9 ആണ്. 225 divided by 9 25 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വേഗം എഴുതിയെടുക്കുക. The sum of 5 consecutive natural numbers is 155. What is the sum of first and fifth number? ഈ ക്വസ്റ്റ്യൻ ഒക്കെ പൊതുവെ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. കാരണം അതിൽ നിന്നുള്ളത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. സാധാ നോർമലി എൻ ടൈം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സം കണ്ടുപിടിക്കുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരുന്നത്. ഇതുപോലത്തെ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പൊ അറിയാം എന്ന് കരുതി, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ്, അറിയാം എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്? മാറ്റി നിർത്തരുത്, പഠിച്ചിട്ട് പോകണം കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ നമുക്ക് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. The sum of 5 consecutive natural numbers, 5 consecutive natural numbers അല്ലേ ഉള്ളത്. സോ A5 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. വളരെ സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് താഴെ എടുത്തിട്ടാണ് ആൻസർ ഒക്കെ വരുന്നത് കേട്ടോ. വെരി ഗുഡ്. A5 എന്ന് പറയുന്നത് എന്താണ്? 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് തന്നിരിക്കുന്നത്. അതായത് എന്താണ് തന്നിരിക്കുന്നത്? Sn ആണ്, S5 തന്നിട്ടുണ്ട് അല്ലെ. S5 എന്താണ്? 155 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും ആൻസർ വരുന്നുണ്ട്. 155 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം, അതായത് ഫിഫ്ത്ത് നമ്പറും തമ്മിലുള്ള സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് A5 ആണ്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? Sn is equal to ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിലുള്ള റിലേഷൻ എന്താ? Sn is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ nth ടൈം A1 plus AN എന്നതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആളെയാണ്. നമുക്ക് S5 is equal to n എന്ന് പറയുന്നത് 5/2 ആണ്. ഇൻറ്റു എത്ര വരും? A1 plus A5 എന്നാണ് നമുക്ക് വരുന്നത് അല്ലേ. സോ എന്നിന് പകരം നമുക്ക് ആര് കൊടുക്കാം? 5 കൊടുക്കാം അല്ലെ. S5 പകരം 155 കൊടുക്കാം. നമുക്ക് വേണ്ടത് A1 plus A5 is equal to 2 into S5 എന്ന് പറയുന്നത് 155 ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? 5 വരും. സോ നമുക്ക് ആൻസർ എത്ര വരും? ആൻസർ ഇസ് ഈക്വൽ ടു, ആൻസേഴ്സ് എല്ലാവരും തന്നെ പറയും. എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ആൻസർ പറയട്ടെ. വേഗം കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ പറയൂ. 5 നമുക്ക് കട്ട് ചെയ്ത് കളയാം. 3 ഇവിടെ 1 31 into 2 എന്ന് വരും. 31 into 2 എന്ന് പറയുന്നത് 62 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരിക. ഓക്കെ എല്ലാവരും പറയുന്നുണ്ട്.
അനീറ്റ, ശരണ്യ, ജ്യോതി, ഗോപിക എല്ലാവരും പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി പോരട്ടെ, കുറെ പേരുണ്ടല്ലോ, എല്ലാവരുടെയും കൂടി ആൻസേഴ്സ് വേണേ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനും തറവാന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. എന്താണ് വരുന്നത്? നമുക്ക് തന്നിരിക്കുന്ന കാര്യം ആദ്യം ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം തന്നിട്ടുണ്ട്. അതായത് S5 എന്ന് പറയുന്നത് 155 ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ഫിഫ്ത്ത് നമ്പേഴ്സ് തമ്മിൽ അതിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് A1 plus A5 എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. സോ n is equal to എന്താണ് ഇവിടെ? 5 ആണ്. കാരണം S5 ആണല്ലോ തന്നിരിക്കുന്നത്. സോ Sn is equal to n/2 into A1 plus A5 എന്നുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ A1 plus A5 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഈ 2നെ അങ്ങോട്ട് കൊടുക്കുക. ഈ 2നെ RHSലേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആണത് മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷൻ ആവും. 2 into 155 divided by 5 which is equal to 62. ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡൗട്ട് ഉള്ളവര് മെസ്സേജ് അയച്ച് ചോദിക്കണം കേട്ടോ. അതിന് മടി കാണിക്കരുതേ. ഇതിപ്പോ പഠിക്കാൻ വേണ്ടി തന്നെയല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നന്നായി തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. അടുത്ത ചോദ്യം എഴുതുക. The angle of a 15-sided polygon are in arithmetic sequence. Which of these given below is an angle of this polygon? The angle of a 15-sided polygon are in arithmetic sequence. Which of those given below is an angle of this polygon? നമുക്കൊരു പോളിഗൺ തന്നിട്ടുണ്ട്. ആ പോളിഗണിന് 15 സൈഡ് ഉണ്ടെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ അതിന്റെ ആംഗിൾ ഏതാണ് എന്നതാണ് ചോദ്യം. ഇവിടെ ഒരു ഓഡ് നമ്പർ കണ്ടു കഴിഞ്ഞാൽ അരിത്മെറ്റിക് പ്രോഗ്രഷനിലാന്ന് പറഞ്ഞിട്ടുണ്ട് ആംഗിൾസ് എല്ലാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് n എന്ന് പറയുന്നതാണ് ഈ 15 എന്നുള്ള കാര്യം നമുക്ക് ഒരു ക്ലൂ കിട്ടിയല്ലോ അവിടെ നിന്ന്. അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ ഒരു 15 സൈഡ് ഉള്ള ഒരു പോളിഗണിന് 15 നമ്പേഴ്സ്, അതായത് n എന്ന് പറയുന്നത് 15 ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ വന്നു കഴിഞ്ഞാല് n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. ഈ ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. മിഡിൽ ടേം എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കാരണം നടുക്കിടക്കുന്ന രണ്ടുപേരുടെ മീൻ എടുത്തു കഴിഞ്ഞാലാണ് അത് വരുള്ളൂ. അപ്പൊ എന്നിട്ട് നമുക്ക് മിഡിൽ ടേം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. രണ്ട് ടേംസും മിഡിൽ ടേംസ് ആയിട്ട് വരും. പക്ഷെ ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം വളരെ എളുപ്പമാണ്. 15ന്റെ മിഡിൽ ആയിട്ട് വരുന്ന ടേം ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആ മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ മതി. സോ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റില്ല. കാരണം പോളിഗൺസ് കൂടി അറിഞ്ഞു കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പോളിഗൺസിന്റെ അകത്ത് ഇതിനകത്ത് വരുന്നത് എന്താണ്? സം ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് സം കണ്ടുപിടിക്കാലോ. ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ആരും മെസ്സേജ് വരുന്നില്ലല്ലോ. ആർക്കും ചെയ്തിട്ട് കിട്ടുന്നില്ലേ? അല്ലെങ്കിൽ തൊട്ട് മുന്നോട്ട് ക്വസ്റ്റ്യന് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു എഴുതുന്നതിന് മുമ്പ് തന്നെ ആൻസേഴ്സ് വന്നായിരുന്നു. n എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. അതെ, ആൻസേഴ്സ് വരുന്നുണ്ട്. n എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്? n സൈഡഡ് പോളിഗൺ ആണ്. അരിത്മെറ്റിക് സീക്വൻസിലാണ്. പോളിഗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സം കണ്ടുപിടിക്കാം. പോളിഗണിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? n-2 into 180 ഡിഗ്രി ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അത് പോളിഗൺസിന്റെ അകത്തും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. സം തന്നിട്ട് n ചോദിക്കാം, അല്ലെങ്കിൽ n തന്നിട്ട് സം ചോദിക്കാം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതും ഓർത്തിരിക്കുക കേട്ടോ. അത് പോളിഗണിന് കൂടി ഉപകാരപ്പെടുകയും. സോ സം എന്ന് പറയുന്നത് n-2 into 180 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് n അറിയാം. n 15 ആണ്. സോ 15 - 2 into 180 ഡിഗ്രി എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 13 into 180 ഡിഗ്രി എന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അധികം കട്ട് ചെയ്യാതിരിക്കില്ല. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്ത ഡിഗ്രി വേണ്ട കേട്ടോ. ഇവിടെ ഡിഗ്രി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആൻസർ ചെയ്താതിരിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അടുത്തത് ഡിവിഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പൊക്കോളൂല്ലോ. അപ്പൊ അത് നോക്കണ്ട. അപ്പൊ സം നമുക്ക് കിട്ടി. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ S15 ആണ്. നമ്മളിവിടെ അരിത്മെറ്റിക് സീക്വൻസിലാണല്ലോ ആംഗിൾസ് എല്ലാം. സോ ആ S15 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ നമുക്കറിയാലോ, സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു എന്താണ്? മിഡിൽ ടേം ഇൻറ്റു n ആണ്. സോ മിഡിൽ ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം എത്രയാണ്? 13 into 180 ഡിവൈഡഡ് ബൈ n എത്രയാണ്? 15 ആണ്. 15 എന്ന് വരും. സോ നമുക്ക് 15നെ 180നെയും കട്ട് ചെയ്ത് കളയാം. 15നെയും 180നെയും കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 12 വരും.
സോ വിച്ച് ഇസ് 13 into 12 എന്ന് പറയുന്നത് ആൻസർ എത്രയായിരിക്കും? 156 ഡിഗ്രി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഈ ടൈപ്പ് ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇത് പോളിഗൺസും അരിത്മെറ്റിക് സീക്വൻസിന്റെയും കൂടി കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2023 ലാസ്റ്റ് നടന്നിട്ടുള്ള കേഡറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമല്ല ബാക്കിയുള്ള ഏരിയാസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെന്ന് പറയുന്നത് പോളിഗൺസുമായിട്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 156 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഇതിന്റെ മിഡിൽ ടൈം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്ത പോലും പോകില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നുകൂടി പറയാതെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ ഒരു 15 സൈഡുള്ള ഒരു പോളിഗൺ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ആംഗിൾസ് എല്ലാം അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്. അങ്ങനെയെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അതിന്റെ ആംഗിൾ ആകുന്നത് എന്നതാണ് ചോദ്യം. അതിന്റെ അകത്ത് ഒരു ആംഗിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 15 ആംഗിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ഇവിടെ n എന്ന് പറയുന്നത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് സം എന്ന് പറയുന്നത് എന്താണ്? ഇത് പോളിഗൺ ആയതുകൊണ്ട് ആംഗിൾസിന്റെ സം കണ്ടുപിടിച്ചാൽ മതി. അതായത് n-2 into 180 ഡിഗ്രി ആണ്. 13 into 180 ഡിഗ്രി ആണ്. വിച്ച് ഇംപ്ലൈസ് എന്താണ്? അതാണ് നമ്മുടെ AP-യുടെ സം എന്ന് പറയുന്നത്. സോ AP-യുടെ സം കിട്ടിക്കഴിഞ്ഞാൽ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? ആ സമ്മിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? എത്ര ആൾക്കാർ എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 13 into 180 divided by 15 which is equal to 156 ഡിഗ്രി. ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെന്നിട്ട് അടുത്തത് ചെയ്യേണ്ടത് പോളിഗൺസ് ചെയ്യുക. പോളിഗൺസിന്റെ അകത്ത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഡയഗണൽസ് കാണുന്നതിനുള്ള ഇക്വേഷൻ ഉണ്ട്, n കാണുന്നതിനുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക കേട്ടോ. അതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പോളിഗൺസിന്റെ അകത്ത് ഹെക്സഗണെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ഹെക്സഗണ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും ഹെക്സഗണും സർക്കിളും ആ ഒരു റിലേഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. എക്സാമിന് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണെങ്കിലും നോക്കിയിട്ട് പോവുക. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൈഡിലൊന്ന് എഴുതിയിട്ടാൽ മതി, ഇല്ലേ മറന്നു പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If 7 times the 7th term of an arithmetic sequence is equal to 11 times its 11th term, then 18th term is 7 times the 7th term എന്ന് പറയുന്നത് 11 times 11th termനോട് ഈക്വൽ ആണെങ്കിൽ 18th term എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് അതിന്റെ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ വേഗം കിട്ടും. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ 7 times 7th term അല്ലേ, അതായത് 7ാമത്തെ ടേം എന്ന് പറയുന്നത് A7 ആണ്. അതിന്റെ 7 ടൈംസ് എന്ന് പറയുന്നത് ആരിനോട് ഈക്വൽ ആണ്? 11ാമത്തെ ടേമിന്റെ 11 ടൈംസ് 11 ടൈംസിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് A80 എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്ന് ഇക്വേഷൻ എഴുതിയിട്ട് അങ്ങ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. അതായത് 7 into A7 എന്ന് പറയുന്നത് എന്താണ്? A+6D ആണ്. 11 into A11 എന്ന് പറയുന്നത് A+10D ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 7A plus 7 into 6 എന്ന് പറയുന്നത് 42 ആണ്. 42D equal to 11A plus 110D എന്ന് വരും. ഇനി എല്ലാം ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. A എല്ലാം ഒരു സൈഡിലേക്ക് വരിക, D എല്ലാം ഒരു സൈഡിലേക്ക് വരിക. എന്ത് വരും? 7A minus 11A, 7A minus 11A is equal to 110D minus 42D. നിങ്ങൾ എഴുതുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട കേട്ടോ എക്സാമിന്. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഒക്കെ എഴുതുന്നത്. ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കിവിടെ സമയമായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. 7 11 പോയി കഴിഞ്ഞാൽ 4 ആണ്. ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. -4 വരും. 110 42 പോയി കഴിഞ്ഞാൽ 68 ആണ്. 68D എന്ന് വരും. സോ A is equal to നമുക്ക് എയും ഡിയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. A എന്ന് പറയുന്നത് 68D ഡിവൈഡഡ് ബൈ -4 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു -17D എന്ന് വരും. അതായത് നമുക്ക് എന്താണ് കിട്ടിയത്?
എ എന്ന് പറയുന്നത് -17d ആണെന്നാണ് നമുക്ക് കിട്ടിയത്. എ ഈസ് ഈക്വൽ ടു -17d എന്ന് കിട്ടി. നമുക്ക് A18 അല്ലേ കണ്ടുപിടിക്കേണ്ട, ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, വളരെ എളുപ്പമാണ്. A18 എന്ന് പറയുന്നത് A+17d ആണ് അല്ലേ. A+17d ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു A18. എക്ക് പകരം -17d കൊടുത്തു, +17d വന്നു. സോ ആൻസർ എന്ത് വരും? ആൻസർ എന്ത് വരും? ഈക്വൽ ടു 0 എന്ന് വരും. A18 എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. 7 times 7 terms 11 times 11 ടേമിനോട് ഈക്വൽ ആണ് എങ്കിൽ 18th ടേം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതിങ്ങനെ ഇത്രയും ഇക്വേഷൻ എഴുതി നമുക്ക് പറയുമ്പോൾ ഇത്ര സമയം എടുത്ത് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ നെഗറ്റീവ് ഒക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും. അതായത് ശ്രദ്ധിച്ച് ചെയ്യണം. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയും ആവശ്യമാണ്. ടെൻഷൻ ഇല്ലാതെ ഫ്രീ മൈൻഡിൽ ഇരുന്ന് ചെയ്യുകയും ചെയ്യണം. കിട്ടിയേ പോയി എന്നുള്ളൊരു മൈൻഡിൽ ഇരുന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിക്കോളും. ഉറപ്പാണ് നമുക്കത് പാസ് ആവാൻ സാധിക്കും കേട്ടോ. സോ നെക്സ്റ്റ് നമുക്കത് ഒന്നുകൂടി പറയാം. 7 times 7th term of an arithmetic sequence is 11 times 11th term, then 18th term. അതാണ് ചോദ്യം. അതായത് A7ന്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുന്നതും A11ന്റെ കൂടെ 11 മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണ് എങ്കിൽ 18ാമത്തെ ടേം എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. എന്ത് വരും? 7 into A+16 എന്ന് എഴുതാം A7നെ. A11നെ നമുക്ക് A+20 എന്ന് എഴുതാം. എന്നിട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. 7a + 42d ഈക്വൽ ടു 11 into A 11a plus 11 into 10 110d എന്ന് വരും. അതായത് 7 ഇതിനെ A എല്ലാം ഒരു സൈഡിൽ D എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4a is equal to -68d എന്ന് വരും. സോ നമുക്ക് A is equal to -17d എന്ന് കിട്ടും. A18ന് A+17d ആണ്. സോ എക്ക് പകരം ആരെ കൊടുക്കുക? -17d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ 0 എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. If 10th term of an arithmetic sequence is 20 and 20th term of the same arithmetic sequence is 10, then 30th term of the arithmetic sequence is. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10th term ഏതോ ഒരു arithmetic sequence നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ 10ാമത്തെ ടേം എന്ന് പറയുന്നത് 20 ആണ്. 20ാമത്തെ ടേം എന്ന് പറയുന്നത് 10 ആണ് എങ്കിൽ 30ാമത്തെ ടേം കണ്ടുപിടിക്കുക. 30ാമത്തെ ടേം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതായത് A+90 20 ആണ്, A+19d 10 ആണ്. ആ രണ്ട് ഇക്വേഷൻ കിട്ടി, അതിനെ സോൾവ് ചെയ്ത് എയും ഡിയും കണ്ടുപിടിച്ച് A30 നമുക്ക് കണ്ടുപിടിക്കാം. അത് കുറച്ചുകൂടി സമയം കൂടുതലല്ലേ. അപ്പൊ അതിലും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. അതായത് നമുക്കിവിടെ പീത്ത് ടേം എന്ന് പറയുന്നത് Q ആണെന്ന് വിചാരിക്കുക. ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. പീത്ത് ടേം എന്ന് പറയുന്നത് Q, ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പീത്ത് ടേം Q ആണ്. നമ്മുടെ ക്യൂത്ത് ടേം എന്ന് പറയുന്നത് P ആണ് എങ്കിൽ നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു ആപ്ത് ടേം. അപ്പൊ ആപ്ത് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് വിചാരിക്കുക. എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? P + Q - R ചെയ്താൽ മതി. അതായത് P എന്ന് പറയുന്നത് ഇവിടത്തെ P എന്ന് പറയുന്നത് ആരാണ്? 10 ആണ്. ഇവിടത്തെ Q എന്ന് പറയുന്നത് ആരാണ്? 20 ആണ്. ഇവിടത്തെ R എന്ന് പറയുന്നത് 30 ആണ്. സോ നമുക്ക് ഇവിടെ A30 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? 10 + 20 - 30 ചെയ്താൽ മതി. Pക്ക് പകരം 10, Qവിന് പകരം 20, Rന് പകരം 30. സോ ആൻസർ ടോട്ടലി എന്ത് വരും? 0 വരും. ഇതെല്ലാവർക്കും കിട്ടി. 0 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ A ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഈ ഫോമിൽ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഈ 0 ഒക്കെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. അതാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. 0 നമുക്കൊരു നോട്ടപ്പുള്ളിയായിട്ട് തന്നെ വയ്ക്കണം. നമ്മുടെ ഓപ്ഷന്റെ കറക്റ്റ് ആൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് 0 വന്നു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10th ടേം 20 ആണെന്ന് തന്നിട്ടുണ്ട്. 20th ടേം 10 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 30th ടേം എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. Pth ടേം Q ആണ്. അതായത് AP എന്ന് പറയുന്നത് Q ആണ്. AQ എന്ന് പറയുന്നത് P ആണ്. അതായത് ഇവർ രണ്ടുപേരും സെയിം ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് തന്നെ ആയിരിക്കണം. അത് നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ AP + Q എന്ന് പറയുന്നത് എന്തായിരിക്കും? P + Q - R ആയിരിക്കും. ദാറ്റ് ഈസ് 10
പ്ലസ് ഇവിടെ പിക്ക് പകരം 10 കൊടുത്തു, ക്യൂവിന് പകരം 20 ആണ്, ആറിന് പകരം 30 ആണ്. സോ 10 പ്ലസ് 20 മൈനസ് 30 ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആയിരുന്നു വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The 10th term common to both the arithmetic sequence 3, 7, 11, etc. and 1, 6, 11, etc. is. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. 10th term common to both the arithmetic sequence. നമുക്ക് രണ്ട് arithmetic sequence ആണ് തന്നിരിക്കുന്നത്. അതിന്റെ അകത്തെ 10ാമത്തെ ടേം എന്ന് പറയുന്നത് രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന 10ാമത്തെ ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറെ ടേംസ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത് ഈ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ആദ്യത്തെ AP എന്ന് പറയുന്നത് 3, 7, 11 എക്സെട്ര, രണ്ടാമത്തെ AP എന്ന് പറയുന്നത് 1, 6, 11 എക്സെട്ര ആണ്. ഇവരുടെ മൂന്നാമത്തെ ടേം ഈക്വൽ ആയിട്ട് വന്നല്ലേ. ഈ അടുത്ത ടേം ഏതാണ് ഈക്വൽ എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം. ഇവിടെ A 3 ആണ്, ഇവിടെ A എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. ഇനി D കണ്ടുപിടിക്കുക. D എന്താണ് 7 മൈനസ് 3 എന്ന് വരും, അതായത് 4 വരും D. ഇവിടത്തെ D ഇതിനെ D1 എന്ന് വിളിക്കാം, ഇതിനെ D2 എന്നും വിളിക്കാം. ഇവിടത്തെ D എന്താണ് 6 മൈനസ് 1, അത് എത്രയാണ് 5 ആണ്. രണ്ടുപേരുടെയും D കിട്ടി. ഇനി നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. കോമൺ ആയിട്ട് വരുന്ന ടേംസുകളാണ് നമ്മുടെ പുതിയ AP ആയിട്ട് ഫോം ചെയ്യുന്നത്. രണ്ട് APസിന് കുറെ ടേംസ് ഒക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അതായത് ഇവിടെ തേർഡ് ടൈം ആണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും തേർഡ് ടൈം കോമൺ ആണ്. പിന്നെ എത്രയോ കുറച്ച് ടേംസ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ കോമൺ ആയിട്ടൊരു ടേം വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കുള്ളൂ, AP തന്നെ ആയിരിക്കുള്ളൂ. അതായത് നമുക്കിപ്പോ പുതിയ AP, നമുക്കൊരു പുതിയ AP കിട്ടിയിട്ടുണ്ടല്ലേ. പുതിയ APയുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും, ഈ 11 എന്ന് പറയുന്നതായിരിക്കും ഫസ്റ്റ് ടേം. നമ്മുടെ പുതിയ APയുടെ ഫസ്റ്റ് ടേം 11 ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കണേ, പുതിയ AP കിട്ടും, ആ APയുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ പുതിയ APയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, ഈ പഴയ രണ്ട് APകളുടെ ആദ്യ ആൻസേഴ്സ് വന്നു LCM എടുത്താൽ മതി. പഴയ രണ്ട് APകളുടെ LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മുടെ പുതിയ APയുടെ കോമൺ ഡിഫറൻസും കിട്ടും. സോ 4ന്റെയും 5ന്റെയും LCM എന്താണ് 20 ആണ്. 4 into 5 20 ആയിരിക്കും അവരുടെ LCM വരുന്നത്. സോ D എന്ന് പറയുന്നത് 20 വരും. ഇനി എളുപ്പമായില്ലേ, A അറിയാം, D അറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് nth ടേം കാണാനുള്ള ഇക്വേഷൻ അറിയാം. നമുക്ക് വേണ്ടത് 10ാമത്തെ ടേമാണ്. എന്ത് വരും, A plus 9B ചെയ്താൽ മതി. ദാറ്റ് ഈസ് 11 plus 9 into 20 ചെയ്താൽ മതി. എത്ര വരും, 11 plus 180 which is equal to, ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്, 191 ആയിരിക്കും നമുക്ക് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. ഇർഫാന, തസ്നി, നദീറ ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും പറയട്ടെ. ഒരു 4 ആൻസേഴ്സ് ഒക്കെ ആയിട്ടുള്ളൂ. എല്ലാവരുടെയും ആൻസർ വേണം. ഇതൊന്നുകൂടി പറയാം. സോ നമുക്ക് രണ്ട് APs തന്നിട്ടുണ്ട്. ആ APകൾക്ക് കുറച്ച് ടേംസ് ഒക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കോമൺ ആയിട്ട് വരുന്ന ടേം ഒരു AP ഫോം ചെയ്യും. എങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുള്ളൂ. ഒരു APയുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. സോ 10th ടേം ഏതാണ്, അങ്ങനെ വരുന്ന ആ പുതിയ APയുടെ 10ാമത്തെ ടേം ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. സോ AP കണ്ടുപിടിച്ചു. ഫസ്റ്റ് AP എന്ന് പറയുന്നത് എന്താണ് 3, 7, 11 എക്സെട്ര. സെക്കൻഡ് AP എന്ന് പറയുന്നത് 1, 6, 11 എക്സെട്ര എന്നാണ്. സോ ഇവിടത്തെ ഫസ്റ്റ് ടൈം 3 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 മൈനസ് 3 4 ആണ്. സെക്കൻഡ് APയുടെ ഫസ്റ്റ് ടൈം 1 ആണ്. അവരുടെ കോമൺ ഡിഫറൻസ് 6 മൈനസ് 1 5 ആണ്. ഇനി പുതിയ APനെ കുറിച്ച് ചിന്തിക്കണം. പുതിയ AP എന്ന് പറയുമ്പോൾ തേർഡ് ടൈം ആണ് ഇവിടെ ആദ്യമായിട്ട് കോമൺ ആയിട്ട് വന്നത് അല്ലേ. സോ പുതിയ APയുടെ ഫസ്റ്റ് ടൈം ഏതായിരിക്കും, 11 ആയിരിക്കും നമ്മുടെ പുതിയ APയുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടൈം A ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. നമ്മൾ ആ കണ്ടുപിടിക്കാൻ പോകുന്ന പുതിയ APയുടെ കോമൺ ഡിഫറൻസ് എന്തേ വരുള്ളൂ,
നമ്മുടെ ഈ രണ്ട് APകളുടെയും LCM എടുത്തു കഴിഞ്ഞാൽ, അതായത് ആ ഓരോ 20 ടേം കൂടുമ്പോഴായിരിക്കും ഇവരിൽ കോമൺ ആയിട്ട് ആൾക്കാർ വരിക എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് വരും? LCM എന്ന് പറയുന്നത് 4ന്റെയും 5ന്റെയും LCM ആണ്. സോ 4ന്റെ 5 LCM തരും 20 എന്ന് വരും. സോ A 11 ആണ്, B 20 ആണ്. സോ നമുക്ക് വേണ്ടത് 10th ടേം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു A plus 9D, വിച്ച് ഇസ് ഈക്വൽ ടു A plus 20 into 9. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെല്ലാവർക്കും അറിയാം, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 191 ആണ്. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ സ്പീഡിൽ ചെയ്യാൻ നോക്കുക, തെറ്റിക്കാതെ ചെയ്യുക കേട്ടോ. അതേ പറയാനുള്ളൂ, തെറ്റരുത്. നമുക്ക് ഇങ്ങനെ കാൽക്കുലേഷൻസിൽ വരുമ്പോഴേ വളരെ പ്രശ്നം. അത് ഒരു ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ മാറിപ്പോകും. ഇവിടെ 7 ഒന്നുണ്ട്, 6 ഒന്നുണ്ട്, ആഡ് ചെയ്യുമ്പോഴേ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ മാറും, ഒരു മാർക്കും പോകും. ഇത്രയും ചെയ്ത് വന്നിട്ട് നമുക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ നമ്മൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മൾ കേട്ടിട്ട് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് എങ്കിൽ, നമ്മുടെ ടോസ് അക്കാഡമിയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരാം. കേട്ടറ്റിന്റെയും സിടെറ്റിന്റെയും സെറ്റ്, നെറ്റ്, HSA, HSST, VHSC, LPSC, UPSC, പിന്നെ PSC കോച്ചിങ്ങുകളെല്ലാം ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത കേട്ടറ്റ് ബാച്ച് ആരംഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്തവണ കിട്ടിയില്ല എങ്കിൽ അത് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ടോസ് അക്കാഡമിയിലേക്ക് വരിക. നമ്മൾ നിങ്ങളുടെ കൂടെ നിന്ന് തന്നെ ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. അതായത് കാറ്റഗറി 3യുടെ ക്ലാസ് എടുക്കുന്ന ആള്, എന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഓക്കെ, ഞാൻ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ തന്നെ നിങ്ങളെ മോണിറ്റർ ചെയ്ത് ക്ലാസ്സുകൾ ഓരോന്ന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഓരോരോ കാര്യങ്ങൾ പറയുന്നതാണെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി വിളിച്ച് എന്ത് ചെയ്യാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകാം. ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി HSAയുടെ കാര്യം പറയാം. HSA നമുക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് നിങ്ങൾ പ്രൊഫൈൽ കയറി ഒന്ന് നോക്കുക, PSCയുടെ പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയേക്കും. കുറെ കുട്ടികൾക്ക് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ. അതായത് കേട്ടിട്ട് കാറ്റഗറി 3 പാസ്സായിട്ടില്ല എങ്കിൽ പോലും HSAയുടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിരാശപ്പെടേണ്ട. ഈ വർഷത്തെ HSA മാക്സിമം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. HSA വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോരോ 3 വർഷം കൂടുമ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പൊ കേട്ടിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് കേട്ടിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് ടോസ് അക്കാഡമിയിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഏകദേശം അതൊക്കെ തന്നെ പഠിച്ചാൽ മതി. അത്രയും കാര്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റിനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. കോർഡിനേറ്റ് ജോമെട്രിയെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ജോമെട്രിയുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കോർഡിനേറ്റ് ജോമെട്രിനെ കുറിച്ച് തുടങ്ങാം. കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് കോർഡിനേറ്റ് ജോമെട്രിയുടെ ഫാദർ. ഇത് ചിലപ്പോൾ നമുക്ക് ഒരു മാർക്കിന് വേണ്ടി ചോദിക്കാം. അതായത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത് അതിന്റെ ഫാദർ ആരാണ് എന്നത് ആർക്കും ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും പ്രശ്നമുണ്ടോ? അത് ചിലപ്പം ഇതിപ്പം രണ്ടുപേരും നെറ്റിലല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അന്നേരം എന്റെ പ്രശ്നം ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നമായിരിക്കും കേട്ടോ. അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ വരുമ്പോ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും അത്. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്തു പോവാം. ഇതെന്ന് പറയുന്നത് ചിലപ്പം പെഡഗോഗിക്ക് നമ്മൾ പറഞ്ഞത് കോർഡിനേറ്റ് ജോമെട്രിയാണ്. കോർഡിനേറ്റ് ജോമെട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റെനെ ഡെസ്കാർട്ടയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതായത് ഇതിനെ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് ഈ പേരിൽ നിന്ന് കിട്ടിയത്, അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് കിട്ടിയതാണ്. റെനെ ഡെസ്കാർട്ടസ് എന്ന് പറയുന്ന ഈ പേരിൽ നിന്നാണ് നമുക്ക് ആ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്ന പേര് ലഭിച്ചത്. അതൊന്ന് മനസ്സിൽ വിചാരിക്കുക. ഇദ്ദേഹമാണ്, അതുകൊണ്ടാണ് നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയുടെ പിതാവ് റെനെ ഡെസ്കാർട്ടയാണ്. ഇത് ചിലപ്പം പെഡഗോഗിക്ക് വേണമെങ്കിൽ ഒരു മാർക്കിന്റെ ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതെന്ന് പറയുന്നത് ഈ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത് കോർഡിനേറ്റ് പോയിന്റ്സ് വെച്ചിട്ടുള്ള ദിസ് ഇസ് സ്റ്റഡി ഓഫ് ജോമെട്രി യൂസിങ് ദ കോർഡിനേറ്റ് പോയിന്റ്സ്. ഇത് നമ്മൾ കോർഡിനേറ്റ്സിന്റെ അകത്ത് നമ്മുടെ കോർഡിനേറ്റ് പ്ലെയിനിൽ പല ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കുന്നുണ്ടല്ലേ. അതായത് ജോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോമെട്രിയുടെ ഒരു പഠനം തന്നെയാണ്. കോർഡിനേറ്റ് പോയിന്റ്സ് വെച്ചിട്ട് ജോമെട്രിനെ പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നുണ്ട്, പെരിമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് കോർഡിനേറ്റ്സ് വെച്ചിട്ട് ജോമെട്രിനെ പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദ പോയിന്റ്സ് അറ്റ് വിച്ച് ആക്സിസ് ഇന്റർസെക്ട് ഇസ് കോൾഡ് ദി ഒറിജിൻ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് രണ്ട് ആക്സിസ് ഉണ്ട്, നമുക്ക് എക്സ് ആക്സിസ് ഉണ്ട്, അതിനെ എക്സ് ഡാഷ് എന്ന് വിളിക്കാം. വൈ ആക്സിസ് ഉണ്ട്, വൈ ഡാഷ് എന്ന് നമുക്ക് വിളിക്കാം. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇതാണ് ഒറിജിൻ. ആ ഒറിജിൻ എപ്പോഴും നമ്മൾ നോർമലി എന്താണ് യൂസ് ചെയ്യുന്നത്? 0 0 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
ഇനി ലൊക്കേഷൻ ഓഫ് എനി പോയിന്റ് ഓൺ എ പ്ലെയിൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ പെയർ ഓഫ് വാല്യൂസ് എക്സ് വൈ ആൻഡ് ദീസ് പെയർസ് ആർ നോൺ ആസ് കോർഡിനേറ്റ്സ്. ഈ പെയറിന് പറയുന്ന പേരാണ് കോർഡിനേറ്റ്സ് എന്ന്. അത് അതൊന്ന് മനസ്സിൽ വെച്ചേക്കോ. എന്താണ് നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ. എക്സ് വൈ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഓരോ പോയിന്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇതൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ് എങ്കിൽ ഇത് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഓരോ ക്വാഡ്രന്റിലും ഓരോ പോയിന്റ്സിനും ഓരോ രീതിയിലായിരിക്കും. അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ വൈ എക്സിന്റെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുക്കുകയുള്ളൂ. 1 2 3 4. ഇങ്ങോട്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് -1 -2 -3 -4 എന്ന് പറഞ്ഞു പോകും. മുകളിലേക്ക് y ആക്സിസ് ആണ്, മുകളിലേക്ക് 1 2 3 4, താഴേക്ക് -1 -2 -3 -4 എന്ന് പറഞ്ഞാണ് പോകുന്നത്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അകത്ത് ഏതൊരു പോയിന്റ് ആണെങ്കിലും അതെന്തായിരിക്കും? രണ്ടും പോസിറ്റീവ് ആയിരിക്കും. എക്സും പോസിറ്റീവ് ആയിരിക്കും, വൈയും പോസിറ്റീവ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിലോ അവിടെ എക്സ് നെഗറ്റീവാ. സോ എക്സ് ആക്സിസിലെ നെഗറ്റീവ് വരുന്നതുകൊണ്ട് -x, മറ്റത് y എന്ന് പറയുന്ന രീതിയിലായിരിക്കും അതിന്റെ അകത്തെ കോർഡിനേറ്റ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിലെ കോർഡിനേറ്റ്സ് വരുന്നത്. തേർഡ് ക്വാഡ്രന്റിന്റെ കോർഡിനേറ്റ്സോ എക്സ് ആക്സിസും നെഗറ്റീവ് ആണ്, y ആക്സിസും നെഗറ്റീവ് ആണ്. സോ രണ്ടും നെഗറ്റീവ്. സോ -x -y എന്നുള്ള ഫോമിലായിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവും y എന്ന് പറയുന്നത് നെഗറ്റീവും അല്ലേ. സോ y -x -y എന്ന് പറയുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ ഈ കാര്യം ശ്രദ്ധിച്ചു വെക്കുക. കാരണം പലതും കോർഡിനേറ്റ്സ് നമുക്ക് ചോദിക്കുമ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് ഇപ്പം നമുക്കൊരു സർക്കിൾ തന്നു കഴിഞ്ഞിട്ട്, ഒരു സർക്കിൾ ഇവിടെ തന്നു, ഇവിടെ 0 0 ഒറിജിനൽ ആണ്, ഇവിടത്തെ ഒരു പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ അത് രണ്ടും പോസിറ്റീവ് ആണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പല ഓപ്ഷനും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എളുപ്പത്തിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഫോർമുലയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റ് പ്ലെയിൻ, കാർട്ടീഷ്യൻ പ്ലെയിൻ നമ്മൾ എടുത്തു, എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു. അതിന്റെ അകത്ത് രണ്ട് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് സപ്പോസ് നമുക്ക് ഇവിടെ ഒരു x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ നമുക്കൊരു x2 y2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവരുടെ എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുക, വൈ കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുന്നേക്കാളും കുറച്ചുകൂടി നല്ലത് ആ ഒരു കണക്ഷനിൽ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സെന്റൻസിലൊക്കെ നമുക്ക് തരും. ഈ പെഡഗോഗിയിലെ സെന്റൻസ് ആയിട്ട് ഇങ്ങനെ ഒക്കെ തരുമ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പമുണ്ടായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ഇക്വേഷൻ ഇവിടെ എന്തായിരിക്കും വരുന്നത്? എ ബി, ഇവിടെ എ ബി ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. എ ബി അല്ല, ഇവിടെ എ വരണം, ഇവിടെ ബി വരണം കേട്ടോ. എന്നാലാണ് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് വരും. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ എഴുതിയിട്ട് റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ ആയിരിക്കും രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് സിമ്പിൾ ആണ്, വളരെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ യൂസ്ഡ് ആയിട്ടുള്ള ഫോർമുലയാണ്. അടുത്ത ഫോർമുല എന്ന് പറയുന്നത് ഒറിജിനും ഒരു പോയിന്റ്. ഇത് നമുക്കൊരു ഒറിജിൻ ഉണ്ട്, ഇത് 0 0 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. ഇവിടെ നമുക്കൊരു PXY എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് O ആണ്, ഇത് P ആണ്. അപ്പോൾ OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് x² പ്ലസ് y² ആയിരിക്കും. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റിന് 0 കൊടുത്താൽ മതി. നമുക്കിപ്പോൾ x1 y1 എന്ന് പറയുന്നത് ഇവിടെ 0 0 ആയിട്ട് എടുക്കാം. അതായത് x1 ഉം 0 ആയി പോകും, y1 ഉം 0 ആയി പോകും. സോ നമുക്ക് എന്ത് വരും? x² പ്ലസ് y² എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല കിട്ടും. കോർഡിനേറ്റ് ജോമെട്രി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മുമ്പ് പറഞ്ഞ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ എങ്കിലും കുറഞ്ഞത് നമുക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന 3 ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അത്രയും മാത്രം പഠിച്ചാൽ മതി. അതിൽ കൂടുതൽ അതിൽ നിന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. സോ ഇനിയിപ്പോ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നും ഇതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ എങ്കിലും കുറഞ്ഞത് ചോദിക്കും. അതുകൊണ്ട് ഇതും ക്ലിയർ ആയിട്ട് തന്നെ കേട്ടിരുന്നിട്ട് പോവുക, നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. ഇന്നത്തെ ഈ ലൈവ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് ബൈഹാർട്ട് ആയിരിക്കണം. സോ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഇനി ഒറിജിനും ഒരു പോയിന്റും തമ്മിലുള്ള ഫോർമുല ഇത് ഡിസ്റ്റൻസ് ആണ് എങ്കിൽ OP = റൂട്ട് ഓഫ് x² പ്ലസ് y² ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇക്വേഷൻ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻസ്.
ലൈൻസിന്റെ ഇക്വേഷൻ. അതായത് ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ്. നമുക്ക് 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മുടെ ആ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. എന്തായിരിക്കും? y മൈനസ് y1 ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. x1 ആകാം, y1 അല്ലെങ്കിൽ y2 ആകാം, x1 അല്ലെങ്കിൽ x2 ആവാം കേട്ടോ. അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഒരുപാട് നെഗറ്റീവ് വരാതെ, ചിലപ്പോൾ 0 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോർഡിനേറ്റ് ആയിരിക്കും നമ്മൾ x1 ഉം y1 ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതായിരിക്കും നമുക്ക് എളുപ്പം പെട്ടെന്ന് ചെയ്ത് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് 2 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കാണുക? y മൈനസ് y1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1 എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇതിന്റെ അകത്ത് ഈ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ആണ്. അതുകൂടി അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ 2 പോയിന്റ്സ് തന്നിട്ട് അതിന്റെ സ്ലോപ്പ് ചോദിക്കാം. വളരെ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ലോപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. അപ്പൊ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ 2 പോയിന്റ്സ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ഇക്വേഷൻ y മൈനസ് y1 is equal to y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 into x മൈനസ് x1 ആണ്. അടുത്തത് സ്ലോപ്പ് ഫോം എന്ന് പറയും. y is equal to mx plus c. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? y is equal to mx plus c. m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് y is equal to mx plus c. നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ മെയിൻലി പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്? y is equal to mx plus c ആണ് ലൈനിന്റെ ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വരുന്നത് അല്ലേ? സോ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിങ്ങനെ അധികം ഒരുപാട് അങ്ങനെ വരുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ച് മനസ്സിൽ വിചാരിക്കുക. അടുത്തത് സ്ലോപ്പും ഒരു പോയിന്റും തന്നു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ എന്താണെന്നാണ് അടുത്തതെന്ന് പറയുന്നത്. സോ സ്ലോപ്പും ഒരു പോയിന്റും തന്നു കഴിഞ്ഞാൽ y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്നാണ്. ഇതേ ഇക്വേഷൻ തന്നെയാണ് ഈ കാണുന്നത്. അതായത് ഇത് ഞാൻ സ്ലോപ്പ് ആണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. ഈ സ്ലോപ്പിന് പകരം ഇവിടെ m ആയി എന്ന് മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല രണ്ട് ഇക്വേഷൻ തമ്മിൽ. അപ്പൊ സ്ലോപ്പും ആദ്യമേ സ്ലോപ്പും തന്നിട്ടുണ്ട്, ഒരു പോയിന്റും തന്നിട്ടുണ്ട്. x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റും തന്നിട്ടുണ്ട് എങ്കിൽ ഇക്വേഷൻ എന്താണ്? y മൈനസ് y1 is equal to m into x minus x1 എന്നതായിരിക്കും. സോ സ്ലോപ്പ് ഫോം ഈ രണ്ട് ഇക്വേഷനും കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് പലവട്ടം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ലൈനിന്റെ ജനറൽ ഫോമോ ഡിസ്റ്റൻസ്, പാരലൽ, പെർപെൻഡിക്കുലർ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ലൈനിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഒരു ലൈനിനെ ജനറൽ ഫോം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ കേട്ടൊക്കെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 ആ ഫോമിലുള്ള ലൈൻസിന്റെ ഇക്വേഷൻ ആയിരിക്കും. സോ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ലൈനിന്റെ നമ്മൾ എടുക്കുന്ന ജനറൽ ഫോം എന്ന് പറയുന്നത്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഇത് പഠിച്ചിരിക്കുക കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ഉപകാരപ്പെടും. വേഗം ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റും. രണ്ട് ലൈൻസ് പാരലൽ ആണോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്താൽ മതി. എയും ബിയും അതായത് എക്സിന്റെ കോഎഫിഷ്യൻസും വൈന്റെ കോഎഫിഷ്യൻസും രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ സെയിം തന്നെയായിരിക്കും. കണ്ടോ, ഇവിടെ എക്സ്, ഇവിടെയും എക്സ്, ഇവിടെയും ബി വൈ, ഇവിടെയും ബി വൈ. ആകെ വ്യത്യാസമുള്ളത് ആരിൽ മാത്രമേ ഉള്ളൂ? ഈ കോൺസ്റ്റന്റ് ടേമിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമുക്ക് തരുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ഈ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്ന് പറയുന്നതിനെ ഒരു 2 വച്ച് അല്ലെങ്കിൽ 3 വച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും രണ്ടാമത് വരുന്നത്. അപ്പൊ അതിന് ആ 2 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സെയിം ഇക്വേഷൻ തന്നെയായി. അപ്പൊ അവർ രണ്ടൊരു പാരലൽ ലൈൻ നമുക്ക് പറയാൻ പറ്റും. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ലൈൻ ആണ് എങ്കിൽ 2x പ്ലസ് 2y പ്ലസ് 2 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇതേ ലൈൻ തന്നെയല്ലേ ഈ 2വിനെ എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുപോലത്തെ അപ്പൊ ഈ രണ്ട് ലൈൻസും എന്ത് തന്നെയായിരിക്കും? പാരലൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുക, എക്സിന്റെ കോഎഫിഷ്യന്റും വൈന്റെ കോഎഫിഷ്യന്റും സെയിം ആയിരിക്കും. ആകെ കോൺസ്റ്റന്റിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. രണ്ട് ലൈൻസ് എന്ത് തന്നെയാണ്? പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ. ഇത് രണ്ടും സെയിം ലൈൻ തന്നെയാണ് കേട്ടോ. അതായത് ഒരേ ലൈൻ തന്നെയാണെങ്കിൽ അവർക്ക് തമ്മിൽ ഇടയിലുള്ള സ്ലോപ്പ് എന്തായിരിക്കും? 0 ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ആ ലൈൻസ് പാരലൽ ആണെന്ന് പറയും. ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഈ വൈയുടെ കോഎഫിഷ്യന്റ് എടുത്ത് എക്ക് കൊടുക്കുക. കണ്ടോ, വൈയുടെ കോഎഫിഷ്യന്റ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഈക്വൽ ടു 0 ആണ് ജനറൽ ഫോം. അതിൽ വൈയുടെ കോഎഫിഷ്യന്റ് എടുത്ത് എക്ക് കൊടുത്തു, അല്ല എക്സിന് കൊടുത്തു. അതായത് ബി എടുത്ത് എക്സിന് കൊടുത്തു. എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് ആർക്ക് കൊടുത്തു? വൈക്ക് കൊടുത്തിട്ട് നെഗറ്റീവ് ഇടണം. ഈ നെഗറ്റീവ് ഇമ്പോർട്ടന്റ് ആണ്. ഈ നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നതും bx മൈനസ് എ വൈ പ്ലസ് ഡി ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ അവരുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ലോപ്പ് കണ്ടുകൊണ്ടിരിക്കണം. ഇനി ഇതുപോലത്തെ ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണുന്നതിന് വേണ്ടിയിട്ട് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, വൈന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, രണ്ടുപേരും ഡിവൈഡ് ചെയ്തിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അതായത് ഇവിടെ ഇക്വേഷനിലാണെങ്കിൽ പറയണമെങ്കിൽ ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് എ ആണ്. സോ എ എഴുതി, വൈയുടെ കോഎഫിഷ്യന്റ് ബി ആണ്,
ബി എഴുതി ഒരു മൈനസ് ഇട്ടു, മൈനസ് എ ബൈ ബി എന്ന് നമുക്ക് അത് അങ്ങനെയും പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ എക്സിന്റെ കോയഫിഷ്യന്റ്, അത് ചിലപ്പം എ ആയിരിക്കില്ല ബി ആയിരിക്കില്ല, അത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇത് പറഞ്ഞത് കേട്ടോ. എക്സിന്റെ കോയഫിഷ്യന്റ് എടുക്കുക, വൈന്റെ കോയഫിഷ്യന്റ് എടുക്കുക, ഒരു മൈനസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലൈൻസുകൾ തമ്മിലുള്ള സ്ലോപ്പ് കിട്ടും. ഇനി രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഇനി രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, രണ്ട് ലൈൻസ് എന്താണ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? -1 ആയിരിക്കും. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷം ചോദിക്കുന്നതാണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചോദിക്കാറുള്ള ഏരിയാസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ നമുക്ക് പുഷ്പം പോലെ ചെയ്തെടുക്കാൻ പറ്റും. രണ്ട്, ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, രണ്ടുപേർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് -1 ആയിരിക്കും. രണ്ട് ലൈൻസ് പാരലൽ ആണ് എങ്കിൽ അവരുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ജസ്റ്റ് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് വലിയ നോട്ടായിട്ട് എഴുതണ്ട, ചെറുതായിട്ട് ഈ ഇക്വേഷൻസ് മാത്രം ഒന്ന് കൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അതൊന്ന് മറച്ചു നോക്കിയാൽ മതി. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പമായിരിക്കും. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. ഡിസ്റ്റൻസ് രണ്ട് പാരലൽ ലൈൻസ് ആണെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് രണ്ട് രീതിയിലുണ്ട്. രണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പാരലൽ ലൈൻസ് അല്ലാത്ത ലൈനിന്റെയും ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ചെന്നിട്ട് നോക്കേണ്ടത് ഈ കോർഡിനേറ്റ് ജോമെട്രിന്റെ അകത്ത് ആ ഇക്വേഷൻ നോക്കിയിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കണം. ഇന്ന് ഇവിടെ ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എന്തേ ഉള്ളൂ, പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള ലൈൻസിന്റെ ഡിസ്റ്റൻസും എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. +1 ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും. നമ്മുടെ +1 +2 ടെക്സ്റ്റിൽ കോർഡിനേറ്റ് ജോമെട്രി, 3 ഡയമെൻഷൻ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ ഇതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള നോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ CBSE ടെക്സ്റ്റിലും നന്നായിട്ട് തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻസും കുറെ ക്വസ്റ്റ്യൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം. ax + by + c1 = 0, ax + by + c2 = 0 എന്ന് പറയുന്നതാണ് ഓക്കെ എന്ന് പറയുന്നതാണ് നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. സോ അത് രണ്ടും പാരലൽ ആണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിഞ്ഞത്? എക്സിന്റെ കോഎഫിഷ്യന്റ് വൈന്റെ കോഎഫിഷ്യൻസും ഈക്വൽ ആണ്. അത് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതിന്റെ കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെയെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് mod c1 - c2 / √a² + b² ആയിരിക്കും. mod c1 - c2 / √a² + b². രണ്ടു പ്രാവശ്യം പറഞ്ഞാൽ മതി. b = mod c1 - c2 / √a² + b² ആണ്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ ഫോർമുല, the coordinates of the points p x y which divides the line segment joining the points ax1 y1 bx2 y2 internally in the ratio n:n are xy, this is equal to mx2 + nx1 / n + n, my2 + ny1 / n + n. നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോയിന്റ്സ്. എയുടെ കോർഡിനേറ്റ് x1 y1, ബിയുടെ കോർഡിനേറ്റ് x2 y2. നമുക്ക് വേണ്ടത് പി അല്ലേ? സോ പി ഇതെന്ന് പറയുന്നത് നമ്മൾ xy ആയിട്ട് എടുത്തു. ഇതിന്റെ കോർഡിനേറ്റ് ഇത് എന്ന് പറയുന്നത് ഈ പി എന്ന് പറയുന്ന ഈ പോയിന്റ് ഈ എ ബി എന്ന് പറയുന്ന ലൈനിനെ m:n എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ ആ പിയുടെ കോർഡിനേറ്റ് എങ്ങനെയാണ് കാണുക? pxy എന്ന് പറയുന്നത് mx2 + nx1, m എടുത്തിട്ട് x2 എഴുതുക കേട്ടോ. mx2 + nx1, mx2 + nx1 ഡിവൈഡഡ് ബൈ m + n ചെയ്യുക. അതുപോലെ തന്നെ my2 + ny1 ഡിവൈഡഡ് ബൈ m + n ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് എന്താണ്? ദ കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിന്റ്സ് ഓഫ് ax1 y1 bx2 y2. ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ? സോ കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ്സ് ഓഫ് ax1 y1. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ m:n എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:1 ആയിരിക്കും. അതായത് m-ന് പകരം 1 കൊടുക്കുക, n-ന് പകരവും 1 കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? ഇവിടെ താഴെ 1 + 1 എന്ന് വരും. എന്തായി മാറും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? x1 + x2 ഡിവൈഡഡ് ബൈ 2 y1 + y2, y1 + y2 ഡിവൈഡഡ് ബൈ 2. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. That is x1 + x2 ഡിവൈഡഡ് ബൈ 2 y1 + y2 ഡിവൈഡഡ് ബൈ 2. ഇത് കാണാതെ പഠിക്കുക കേട്ടോ. pxy എന്ന് പറയുന്നത് അതായത് m:n എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ mx2 + nx1 ഡിവൈഡഡ് ബൈ m + n, my2 + ny1 ഡിവൈഡഡ് ബൈ m + n. അതുപോലെ തന്നെ റേഷ്യോ എന്ന് പറയുന്നത് അതായത് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ x1 + x2 ഡിവൈഡഡ് ബൈ 2 y1 + y2 ഡിവൈഡഡ് ബൈ 2. പിന്നെ ഇതിന്റെ അകത്ത് സെൻട്രോയിഡ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള കോർഡിനേറ്റ്സിന്റെ ഒക്കെ ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓരോ വർഷവും ഓരോന്നോരോന്ന് മാറി മാറി ചോദിക്കാറുണ്ട്. എന്നിരുന്നാലും നമുക്ക് കോമൺ ആയിട്ട് ഈ സ്ലോപ്പ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം കേട്ടോ.
നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. Find the ratio in which the point 13 divides the line joining -17 and 4 - 3 is. ക്വസ്റ്റ്യൻ വേഗം എഴുതിയെടുക്കുക. ആൻസേഴ്സ് ഒക്കെ വേഗം വേഗം പറയണേ. ഓക്കെ, തുടർന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ ഇതിന് ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇക്വേഷൻ ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ലൈൻസ് എല്ലാം എഴുതുക. നമുക്ക് ഏതാണ് ആദ്യം തന്നിരിക്കുന്നത്? -17 എന്ന് പറയുന്ന പോയിന്റ് ലൈന്, അതായത് ഈ പോയിന്റ്. അതുപോലെ തന്നെ 4 - 3 എന്ന് പറയുന്ന വേറൊരു പോയിന്റ്. ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത്, അതായത് 13 എന്ന് പറയുന്നത് ഇവരുടെ ഇടയ്ക്ക് ഒരു പോയിന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഈ റേഷ്യോയാണ് വേണ്ടത്. ഇവർ രണ്ടുപേരും കട്ട് ചെയ്യുന്ന റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ m/n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഇട്ട് കൊടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് സമയം മുഴുവൻ പോകും അല്ലേ? ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തു കഴിയാൻ പറ്റില്ല. ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവരുടെ 3 പേരുടെ എക്സ് കോർഡിനേറ്റ് എടുത്ത് എഴുതുക. എന്താണ്? -1ഉം 1ഉം. ഇവിടെ -1, ഇവിടെ 1, ഇവിടെ 4 എടുത്ത് എഴുതുക. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങ് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. -1ൽ നിന്ന് 1ലേക്ക് എത്രയാണ് ദൂരം ഉള്ളത്? 2 അല്ലേ? 1ൽ നിന്ന് 4ലേക്ക്, 1ൽ നിന്ന് 4ലേക്ക് എത്രയാണ് ദൂരം ഉള്ളത്, ഡിസ്റ്റൻസ് ഉള്ളത്? 3 അല്ലേ? 2:3 is the answer. 2:3 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടി പറയാം. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. -17 എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ്. -17 എന്ന് പറയുന്നത് ഒരു പോയിന്റ്. 4 - 3 എന്ന് പറയുന്നത് അടുത്ത പോയിന്റ്. 13 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന നടുവിലുള്ള പോയിന്റ് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ഒക്കെ വരും. വേറെ നമ്മൾ ചിന്തിച്ചു കൂട്ടി നമ്മൾ ആൻസർ കൊടുത്തി പോകും. അപ്പൊ എന്ത് ചെയ്യുക? ഇത് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഓർഡർ തന്നെ എഴുതുക. അപ്പൊ -1 ഇതിന്റെ എക്സ് കോർഡിനേറ്റ്സ് എല്ലാത്തിന്റെ എടുത്ത് എഴുതുക. -1 എഴുതി, 1 എഴുതി, 4 എഴുതി. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? -1ൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. 1ൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. സോ our answer is 2:3. ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയില്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. അതിന് ഇതിന്റെ ആൻസർ ആരും പറഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും വേഗം തന്നെ പറയണം. പെട്ടെന്ന് പറയാം. 10 സെക്കൻഡ് മതി ഇത് ചെയ്ത് കഴിയാൻ. ആൻസേഴ്സ് വന്നു. യെസ്. ബട്ട് ആദ്യം ആരും പറഞ്ഞിരുന്നില്ല. അപ്പൊ നമ്മുടെ ഷോർട്ട് കട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റിയില്ലേ? ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഒന്നുകൂടി പഠിക്കുമല്ലോ. നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ പല പ്രാവശ്യം കേൾക്കുമ്പോൾ അതങ്ങ് മനസ്സിലങ്ങ് പതിഞ്ഞോളും. ഇനി രണ്ടാമതൊരു എക്സാമിന് ഇതിന് നോക്കേണ്ട ആവശ്യം വരില്ല ഈ ഷോർട്ട് കട്ട്. 2, 3 ഒരു കോർഡിനേറ്റ്, 4, 6 അടുത്ത കോർഡിനേറ്റ്. എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്തു, കുഴപ്പമില്ല കേട്ടോ. കൂടെ കേട്ടോ ഞാൻ പറയുന്നത്. 10, 15 എന്ന് പറയുന്നത് അടുത്ത കോർഡിനേറ്റ്. എല്ലാവരുടെയും എക്സ് കോർഡിനേറ്റ്സിനെ നമ്മൾ പെറുക്കി എഴുതി വെച്ചു. ഇനി ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. 2, 4 2 വരും. 4ഉം 10ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്. 2ഉം 6ഉം ആണ്. കട്ട് ചെയ്ത് കളയാലോ. 2 വെച്ച് കട്ട് ചെയ്യാം. സോ 1ഉം 3ഉം വന്നു. 1:3. ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ലക്കായിരിക്കും. വളരെ എളുപ്പം തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഇതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ വേണ്ടി വരില്ല. അടുത്ത ക്വസ്റ്റ്യൻ. 3 vertices of a parallelogram ABCD are A -2, 3, B 6, 7, C 8, 3. Find the coordinates of the fourth vertex. ഒരു പാരലോഗ്രാമിന്റെ 3 വെർട്ടീസസ് തന്നിട്ടുണ്ട്. അതിന്റെ 4ാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കണം. അതേ ഉള്ളൂ ചോദ്യം. അപ്പൊ ആ 3 വെർട്ടെക്സ് എഴുതുക. 4ാമത്തെ വെർട്ടെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. പല രീതിയിൽ നമുക്ക് കോർഡിനേറ്റ്സും വെർട്ടീസസും ഒക്കെ കാണാം. ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം എഴുതാൻ പോകുന്നത്, നമുക്ക് ഒരു പേര് കൊടുക്കാം. ABCD ആണല്ലോ. A, B, C, T ആണ് നമ്മുടെ പാരലോഗ്രാമിന്റെ പേരെന്ന് പറയുന്നത്. സോ A നമുക്കറിയാം -2, 3,
ബി നമുക്കറിയാം 6 7, സി നമുക്കറിയാം 8 3. ഡി എന്ന് പറയുന്നത് ലെറ്റ് എക്സ് വൈ, ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. ഡി എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് നമ്മൾ എഴുതി. നമുക്ക് വേണ്ടത് ഡിയുടെ കോർഡിനേറ്റ് ആണ്. ഡി എക്സ് വൈ ആണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഈ ഡിയുടെ കൂടെയുള്ള ഡയഗണലിന്റെ അങ്ങേയറ്റത്തുള്ള ആളെ നമുക്ക് ആദ്യം നോക്കരുത്. രണ്ടാമത് ആ ഓഫ് ഡയഗണൽ, അതിന്റെ നേരെ എതിരെയുള്ള ഡയഗണൽ ഉണ്ടല്ലോ, ആ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ രണ്ട് വെർട്ടീസസ് നോക്കുക. അവരുടെ എക്സ് കോർഡിനേറ്റ്, അതായത് ഡിയുടെ എക്സ് കോർഡിനേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും എക്സ് കോർഡിനേറ്റ്സ് എഴുതുക. അതായത് എന്താണ്? 8 - 3, അത് രണ്ടും ആഡ് ചെയ്യുക. ഇവരുടെ രണ്ടുപേരുടെ എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്തിട്ട് ഈ കിടക്കുന്ന ആളുടെ, അതായത് ഡിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ് ഉണ്ടല്ലോ, അതിന്റെ കോർഡിനേറ്റ്സിലെ എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്യുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു -6, കോമ വൈ കോർഡിനേറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതുപോലെ തന്നെ ഈ വൈ കോർഡിനേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് 3 + 3 ചെയ്തിട്ട് ഡിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളുടെ വൈ കോർഡിനേറ്റ് ഉണ്ടല്ലോ, അത് മൈനസ് ചെയ്യുക. ആൻസർ എന്ത് വരും? 8 - 2 - 6 0 -1 നമുക്ക് ആൻസർ വരും. 0 - 1 ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും, സോ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. നമുക്ക് ABCD എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ഉണ്ട്. എ എന്ന് പറയുന്നത് കോർഡിനേറ്റ് -2 3 ആണ്, ബി 6 7 ആണ്, സി 8 3 ആണ്, ഡി XY ആണ്. സോ എ എന്ന് പറയുന്നത് XY ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് കാണാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവരെ ഈ ആളെ മൈനസ് ചെയ്യുക. അതായത് -8 -2 8 -6 എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ XY അല്ലേ, Y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്യുക, ഇതിനെ മൈനസ് ചെയ്യുക. അതായത് 3 + 3 -7 എന്ന് വരും. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 0 - 7 -1 ഓപ്ഷൻ എ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ സെയിം മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് പോകണം, അതുകൊണ്ടാണ് ഇത് ഒരു ക്വസ്റ്റ്യനും കൂടി ഇതേ മോഡലിൽ തന്നെയുള്ളത് എടുക്കുന്നത്. 3 vertices of a parallelogram ABCD are A12, B46, C57. Find the fourth vertex. ABCD എന്ന് പറയുന്ന വേറെ ആൻസർ പറയാം കേട്ടോ. ABCD എന്ന് പറയുന്നത് നമുക്ക് ഒരു പാരലോഗ്രാം ഉണ്ട്. ആ പാരലോഗ്രാമിന്റെ 3 വെർട്ടെക്സ് തന്നിട്ടുണ്ട്. 4ാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കാം. A12 ആണ്, B46 ആണ്. വേഗം ആൻസേഴ്സ് പറയട്ടെ. ആൻസർ വന്നു തുടങ്ങി. A12 ആണ്, B46 ആണ്, C എന്ന് പറയുന്നത് 57 ആണ്, D എന്ന് പറയുന്നത് XY ആയിട്ട് നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് DXY ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? എക്സ് കാണാൻ ആദ്യം ഇവരെ രണ്ടുപേരെയും എടുക്കുക, ആഡ് ചെയ്യുക. അതായത് 5 + 1, അടുത്തയാള് മൈനസ് ചെയ്യുക, -4, കോമ y കാണാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും ആഡ് ചെയ്യുക. അതായത് 7 + 2 മൈനസ് അടുത്തയാള് 6 ഈക്വൽ ടു 5 1 6, 6 4 പോയി കഴിഞ്ഞാൽ 2, 7 2 9, 9 6 പോയി കഴിഞ്ഞാൽ 3. 2 3 ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ചിലപ്പോൾ ഓപ്ഷനിൽ 3 2 എന്ന് കൂടെ കാണും. എക്സാമിന്റെ സമയത്ത് 3 2 2 3 ഒന്ന് തന്നെയാണെന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലയ്ക്ക് ബ്രെയിനിന് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇതുപോലെ 2ാമത്തെ മോഡലാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 3 ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് പെഡഗോഗി ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെന്ന് പറയുമ്പോൾ പെഡഗോഗി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാതെ നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും വരുന്നുണ്ട്. അപ്പോൾ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് സർക്കിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലാതെ ബാക്കിയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. പിന്നെ എക്സ്ട്രാ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യനും ഈ പെഡഗോഗിയുടെ 30 മാർക്കിലാണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കോംപ്ലക്സ് നമ്പേഴ്സ് നിന്നും അതുപോലെ റോമൻ ന്യൂമറൽസ്, പിന്നെ നമ്മുടെ റിലേഷൻസ്, ഫംഗ്ഷൻസ്, ആ ടൈപ്പിൽ നിന്നും അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഒന്ന് പഠിച്ചു നോക്കിയിട്ട്, ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോണേ. ഇതിപ്പോ ഈ വർഷം നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
The ratio in which 4, 5 divides the line joining the points 2, 3 and 7, 8 is 2:3. The slope of the line 3x minus 2y minus 10 is equal to 0 is minus 3/2. Yes, answers ഒക്കെ വരുന്നുണ്ട്. The square of the distance of a point from the origin is the sum of squares of the x and y coordinates of the point. The slope of horizontal line is 0 and slope of vertical line is undefined. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് റേഷ്യോ 4, 5 എന്ന് പറയുന്ന പോയിന്റ് 2, 3, 7, 8 എന്ന് പറയുന്ന ആ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത് ഈ റേഷ്യോയിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. 2, 3 ഇപ്പൊ റേഷ്യോ ആണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടില്ലേ. 2, 3 എന്ന് പറയുന്ന പോയിന്റ് 7, 8 എന്ന് പറയുന്ന പോയിന്റ് അതിനെ ആരാണ് 4, 5 ആണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ എക്സ് കോർഡിനേറ്റ്സ് എഴുതുക, എല്ലാത്തിന്റെ എക്സ് കോർഡിനേറ്റ് എഴുതുക. 2 എഴുതി, 4 എഴുതി, 7 എഴുതി. ഇവിടെ 2 വരും, ഇവിടെ 3 വരും. സോ 2:3 അത് കറക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടി. അടുത്തത് നമുക്ക് ലൈനിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, സ്ലോപ്പ് കാണുന്നത് എങ്ങനെയായിരുന്നു? എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതി, എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എഴുതി, ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എഴുതി, എത്രയാണ്? 3 വരും. വൈയുടെ കോഎഫിഷ്യന്റ് നമ്മൾ എഴുതി, ഒരു നെഗറ്റീവ് കൊടുത്തു. അതായത് 3/2 ആണ് ആൻസർ. പക്ഷെ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് -3/2 അല്ലേ. സോ ഓപ്ഷൻ ബി തെറ്റാണ്, ഇത് ശരിയാണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഓൾറെഡി നമ്മുടെ ആൻസർ കിട്ടി. ബാക്കിയുള്ളത് കൂടി നമുക്ക് നോക്കണ്ടേ. സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ ഒറിജിൻ ഈസ് ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പോയിന്റ്, നമുക്കൊരു കാർട്ടീഷ്യൻ പ്ലെയിനിലെ ഒരു പോയിന്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, അതായത് ഇവിടെ ഒ ആണ്, ഇവിടെ പി ആണ്. ഒ പിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ പി എക്സ് വൈ ആണെങ്കിൽ എങ്ങനെയായിരുന്നു? എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, സോറി, ഒ പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ ഒ പിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ആ കോർഡിനേറ്റ്സിന്റെ വൈ കോർഡിനേറ്റിന്റെ എക്സ് കോർഡിനേറ്റിന്റെയും സ്ക്വയർ ആണ് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് 0 ആണെന്നാണ്. അതായത് സ്ലോപ്പ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ ആണല്ലോ. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ആണ് എന്ന് പറയുന്നത് അതായത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അവിടെ വരുന്നത്, തീറ്റ അല്ലേ. സോ ഇങ്ങനെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ എക്സ് ആക്സിസുമായിട്ട് ഏത് ആംഗിൾ ഉണ്ടാക്കുന്നത്? 0 അല്ലേ. സോ ടാൻ 0 എന്ന് വരും. ടാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ്. സോ സ്ലോപ്പ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ 0 ആണ്. ഇനി വെർട്ടിക്കൽ ലൈനോ? വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ഇതാ ഈ ലൈനാണ്. അത് എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ടാൻ 90 എന്ന് പറയുന്നത് എന്താണ്? അൺഡിഫൈൻഡ് ആണ്, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഏതായിരിക്കും നമ്മൾ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ശരി, ഈ സ്റ്റേറ്റ്മെന്റും ശരി, ഈ സ്റ്റേറ്റ്മെന്റും ശരി. തെറ്റായിട്ടുള്ളത് ഏതാണ്? -3/2 ആണ് ഇതിന്റെ സ്ലോപ്പ് എന്നുള്ളത്. എന്താണ്? 3/2 ആണ് ആ ലൈനിന്റെ സ്ലോപ്പ് വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Find the distance between the lines 3x minus 4y plus 7 equal to 0 and 3x minus 4y plus 5 equal to 0. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, അവരുടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ലൈൻസ് പാരലൽ ആണോ എന്ന് നോക്കണം ആദ്യം. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിന്റെ ഫോർമുല വളരെ ചെറുതാണ്, നമുക്ക് എളുപ്പം ചെയ്യാൻ സാധിക്കും. എക്സിന്റെ കോഎഫിഷ്യൻസ് രണ്ടിനും സെയിം ആണ്, വൈയുടെ കോഎഫിഷ്യന്റ് രണ്ടുപേരുടെയും സെയിം ആണ്, കോൺസ്റ്റന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ്, രണ്ട് ലൈൻസ് എന്താണ്? ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആണ്. സോ ദ ആൻസേഴ്സ് ഒക്കെ വേഗം വേഗം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മോഡ് C1 മൈനസ് C2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ഓരോന്ന് എഴുതുക. എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് -4 ആണ്, സി എന്ന് പറയുന്നത് C1 എന്ന് പറയുന്നത് 7 ആണ്, C2 എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്ക് ആൻസർ എഴുതാം. മോഡ് C1 മൈനസ് C2 7 മൈനസ് 5 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -4ന്റെ സ്ക്വയർ. 3ഉം 4ഉം സ്ക്വയറിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 5 ആയിരിക്കും എന്ന് എപ്പോഴും ഓർക്കുക കേട്ടോ. മുകളിൽ 7 മൈനസ് 5 2 ആണ്. അതായത് 3, 4, 5 എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സ് ആവുന്ന നമ്പേഴ്സ് ആയിരിക്കും 3, 4, 5. സോ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 5 സ്ക്വയർ ആയിരിക്കും. അതായത് 3ഉം 4ഉം വന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്തേ വരുള്ളൂ? 5 ആണ്. അതിങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് 6, 8, 10, അതായത് 6ഉം 8ഉം, അതായത് 6ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ. ഇവിടെ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ ആൻസർ ചെയ്തൊന്നും നോക്കണ്ട, 10 തന്നെയാണ്, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതായത് റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ? 8 ആണ്. അത് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കിട്ടുള്ളൂ? ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വയം നമ്മുടെ മനസ്സിൽ പതിയുന്ന കാര്യമാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കോ കേട്ടോ. നമുക്ക് ഇവിടെ ആൻസർ എന്താണ്? 2/5 ആണ് ആൻസർ വരിക. ഇവിടെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, ആ രണ്ട് ലൈൻസിന്റെ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആണ്. രണ്ട് ലൈൻസും പാരലൽ ആയതുകൊണ്ട് ഈക്വേഷൻ യൂസ് ചെയ്യാം. മോഡ് C1 മൈനസ് C2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ.
ഈക്വൽ ടു C1 എന്ന് പറയുന്നത് 7 ആണ്, C2 എന്ന് പറയുന്നത് 5 ആണ്, A 3 ആണ്, B -4 ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 7 - 5 ഡിവൈഡഡ് ബൈ മോഡുലസ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് വരില്ല എന്ന് ഓർത്താൽ മതി. ഡിസ്റ്റൻസ് അല്ല, ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഈ മോഡുലസിന്റെ കാര്യം വിട്ടുപോയാലും സാരമില്ല, ഓപ്ഷനിൽ നെഗറ്റീവുള്ള നമ്പർ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, കാരണം ഡിസ്റ്റൻസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 7 - 5 2 ആണ്, ഡിവൈഡഡ് ബൈ √3² + 4² എന്ന് പറയുന്നത് 5 ആണ്. 2/5 ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ x² + y² - 8x + 10y - 12 is equal to 0. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ സെന്ററും കണ്ടുപിടിക്കണം, റേഡിയസും കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ ആ ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോർമലി അറിയാവുന്നത് HK എന്ന് പറയുന്നത് സെന്റർ ആണ്, അതുപോലെ തന്നെ R എന്ന് പറയുന്നത് റേഡിയസ് ആണെങ്കിൽ x - h the whole square plus y - k the whole square is equal to ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. R² എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമലി ഫോർമുല എന്ന് പറയുന്നത്. പക്ഷെ മറ്റൊരു ഫോർമുല കൂടി ഉണ്ട്, എന്താണ്? x² + y² + 2gx + 2fy + c is equal to 0 എന്ന് പറയുന്നതും സർക്കിളിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ സെന്റർ കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷനിലാണ് തന്നിരിക്കുന്നതെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് -g - f ആയിരിക്കും. റേഡിയസ് എന്ന് പറയുന്നത് √g² + f² - c ആയിരിക്കും. ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടും. കാരണം എന്താണ്, ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ജി ആണ് നമുക്ക് വേണ്ടത് ഇവിടെ, അല്ലെ? ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആരാണോ അതിന്റെ പകുതി എന്ന് എടുത്തോളൂ, വേറെ ഒന്നും നോക്കണ്ട, വേറെ ഒന്നും ചിന്തിക്കണ്ട, കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എക്സ് എന്ന് പറയുന്നതിന്റെ പകുതി എടുത്തോളൂ ജി. എക്സ് ഇവിടെ എത്രയാ? -8 ആ. എക്സിന്റെ കോഎഫിഷ്യന്റ് കേട്ടോ, എക്സിന്റെ കോഎഫിഷ്യന്റ് -8, അതിന്റെ പകുതി എത്രയായിരിക്കും? -4 അല്ലേ? സോ -4 ആയിരിക്കും. ജി എന്ന് പറയുന്നത്, ഇവിടത്തെ ജി എന്ന് പറയുന്നത് -4 വരും. എഫ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? വൈയുടെ കോഎഫിഷ്യന്റ് എടുക്കുക, പകുതി എടുക്കുക. വൈയുടെ കോഎഫിഷ്യന്റ് 5 ആണ്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ എന്ന് പറയുന്നത് -g ഉം -f ആണ്. സോ g -4 ആണ്, അപ്പൊ -g എന്ന് പറയുമ്പോൾ 4 വരും ആൻസർ. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് 5 ആണ്, സോ -f എന്ന് പറയുമ്പോൾ 5 വരും ആൻസർ. ഇനി നമുക്ക് റേഡിയസ് വേണമല്ലോ. സി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? c is equal to -12. ആ നെഗറ്റീവ് ഇട്ടിട്ട് വരരുത്, ആൻസർ തെറ്റിപ്പോകും. നെഗറ്റീവിനെ അവിടെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് വരും? √g² എന്ന് പറയുമ്പോൾ എന്ത് വരും? 4ന്റെ സ്ക്വയർ പ്ലസ് f² എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ. അപ്പൊ നെഗറ്റീവ് ഒന്നും കൂട്ടണ്ട, സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ എന്ത് തന്നെയാണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരും. -c ആണ്, സോ -12 എന്ന് വരും, അല്ലെ? -12 വരുമ്പോൾ +12 വരും. അപ്പൊ ആൻസർ ടോട്ടൽ എന്ത് വരും? √16 + 25 + 12 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു √53 എന്നായിരിക്കും നമുക്ക് ആൻസർ വരും. ഇനിയിപ്പോ നമുക്ക് ആൻസറിലേക്ക് നോക്കിയാൽ മതി. 4 ഇതൊരു -5 ഉണ്ടല്ലേ, 4 -5 √53 എന്നതാണ് നമ്മുടെ ആൻസർ വരിക. എഫിന് ഇവിടെ നെഗറ്റീവ് കൊടുക്കണം കേട്ടോ, മറന്നു പോകരുത്. എഫ് -5 ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 4 -5 √53 എന്നായിരിക്കും ആൻസർ. ഈ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കാര്യങ്ങൾ 3 അറിഞ്ഞില്ലെങ്കിൽ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി കോണിക് സെക്ഷനിൽ നിന്ന് വരുന്നതാണ്. കോണിക് സെക്ഷനിൽ ഇപ്പൊ നോർമലി ചോദിച്ചു കണ്ടിട്ടുള്ള സർക്കിൾ ആണ് കൂടുതലും ചോദിക്കുന്നത്. എലിപ്സും പരാബോളയും ഹൈപ്പർബോളയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുള്ള ഏരിയ ആണ്. പക്ഷെ എന്നാലും കൂടുതലും സർക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതലും വരുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മുടെ സർക്കിളിന്റെ മറ്റൊരു ജനറൽ ഫോർമുലയാണ് x² + y² + 2gx + 2fy + c = 0 എന്ന് പറയുന്നത്. സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? -g - f ആയിരിക്കും. റേഡിയസ് എന്ന് പറയുന്നത് √g² + x² - c ആയിരിക്കും. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്താൽ മതി. ജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കാം, പകുതി എടുക്കാം. എഫ് കണ്ടുപിടിക്കാൻ വൈയുടെ കോഎഫിഷ്യന്റ് എടുക്കാം, പകുതി എടുക്കാം. സോ ഇവിടെ -8 ആണ് എക്സിന്റെ കോഎഫിഷ്യന്റ്, സോ അതിന്റെ പകുതി -4 ആയിരിക്കും. വൈയുടെ കോഎഫിഷ്യന്റ് 10 ആണ്, സോ അതിന്റെ പകുതി 5 വരും. സി എന്ന് പറയുന്നത് -12 ആണ്. കൃത്യമായിട്ട് എഴുതുന്നോണ്ട് നെഗറ്റീവിനെ കൊണ്ട് കളയരുത്. പല പ്രാവശ്യം എടുത്ത് പറയുന്നത് നമ്മളത് മറന്നു പോകും. ഒരാൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു ഓർമ്മ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. സെന്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു? -g - f ആണ്. സോ ജിക്ക് നെഗറ്റീവ് ഇടുക, എഫിന് നെഗറ്റീവ് ഇടുക. സോ g -4 ആയതുകൊണ്ട് -g 4 വരും. എഫ് 5 ആയതുകൊണ്ട് -f -5 വരും. സോ 4 - 5 എന്ന് പറയുന്നത് ഓപ്ഷൻ. നമുക്ക് സത്യത്തിൽ ഇത്രയും എത്തിയ ആൻസർ കിട്ടും കേട്ടോ. ഇത് ചെയ്യണം എന്നില്ല, ഇത് നമുക്ക് പറഞ്ഞു തരാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. കാരണം 4 - 5 എന്ന് പറയുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
അപ്പൊ ഓപ്ഷൻ എ ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടി. അടുത്തത് ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? √(g²+f²-c) ആണ്. സോ 4² -4 പ്ലസ് 5 പ്ലസ് 12 എന്ന് വരും. കാരണം -c ആണ്, c ഓൾറെഡി -12 ആണ്. സോ 16 പ്ലസ് 25 പ്ലസ് 12 അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ √53. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണത്തെ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The center of the circle is the origin and A and B are points on it. Find the coordinate of A if the radius of the circle is 2 units. സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് 2 ലൈൻസും തന്നിട്ടുണ്ട്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണെന്ന് തന്നിട്ടുണ്ട്. സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിൻ. അതായത് ഈ 0 എന്ന് പറയുന്ന പോയിന്റ് ആണിത്. ഓക്കെ അല്ലേ? എങ്കിൽ ആ ഒറിജിൻ എയും ബിയും അതിന്റെ അകത്ത് 2 പോയിന്റ്സും ആണ്. നമുക്ക് വേണ്ടത് ഇതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് 2 യൂണിറ്റ്സ് ആണ്. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എന്താണ് വേണ്ടത്? ഈ എയുടെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാട്ടോ. എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയാം. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും? വരും ഇതിൽ നിന്ന്. അപ്പം ഇതിപ്പോ ഒരു മോഡൽ ഞാൻ പറഞ്ഞു തരാം. ബാക്കി നിങ്ങൾ ഇതെല്ലാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് മാറ്റി മാറ്റി ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക കേട്ടോ. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ എയിൽ നിന്ന് ഈ എക്സ് ആക്സിസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിസ്റ്റൻസ് വരയ്ക്കും. കാരണം ഈ ആംഗിൾ 30 ഡിഗ്രി ആണ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് 30 ഡിഗ്രി എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇത് 90 ആണ്. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഇത്രയും ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്രയും 60 ഡിഗ്രി ആണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ആൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഈ ട്രയാങ്കിളിൽ നമുക്കൊരു പേര് കൊടുക്കാം. OA, ഇവിടെ B എന്ന് കൊടുക്കാം. സോ OAB, ABO എന്ന് പറയുന്ന നമ്മുടെ ട്രയാങ്കിൾ എടുത്തു. നമ്മുടെ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ റേഷ്യോ, ആംഗിൾസിന്റെ റേഷ്യോ നമുക്ക് 2 രീതി ചെയ്യാം. സൈൻ കോസ്റ്റാൻ അത് ട്രിഗ്നോമെട്രിക് റേഷ്യോ വെച്ച് ചെയ്യാം, അല്ലാതെ ട്രയാങ്കിളിന്റെ റേഷ്യോ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ റേഷ്യോ വെച്ചിട്ടാണ്. നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 30 ആണ്, 60, 90 എന്ന് പറയുന്ന ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസ് ആണ്. സോ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്ന് പറയുന്നതായിരിക്കും. അതായത് 3ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്തായിരിക്കും? 1:√3 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1ന്റെ ഇരട്ടി 2:1 ആയിരിക്കും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് ആരാണ്? OBയും വേണം, ABയും വേണം അല്ലെ? എയുടെ കോർഡിനേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് OB ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും അറിയണം, ഈ ഡിസ്റ്റൻസും നമുക്ക് അറിയണം. സോ നമുക്ക് OBയും കണ്ടുപിടിക്കണം, ABയും കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളില് നമുക്കറിയാലോ 90ക്ക് കറസ്പോണ്ടിങ് ആണ്. ഇവിടെ 2 തന്നെയാണ് ആൻസർ അല്ലെ? OA എന്ന് പറയുന്നത് 2 ആണ്. 90ക്ക് കറസ്പോണ്ടിങ് 2 ആണ്. അങ്ങനെയെങ്കിൽ 30ക്ക് കറസ്പോണ്ടിങ് അതിന്റെ പകുതി ആയിരിക്കില്ലേ? അതായത് 2ന്റെ പകുതി 1 ആയിരിക്കും. സെയിം തന്നെയാണ് ഇവിടെ റേഷ്യോ വന്നത്. 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? ഇതിന്റെ √3 എടുത്തി. ഇത് √3 ചെയ്താൽ മതി. സോ 1ഉം √3 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. അതായത് ഏതൊക്കെ ഡിസ്റ്റൻസ് ആണ്? OB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √3 എന്ന് വരും. AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് വരും? 1 എന്നും വരും. അപ്പൊ നമ്മുടെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക? √3, 1 എന്ന് പറയുന്നതായിരിക്കും കോർഡിനേറ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഒന്നുകൂടി പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ സർക്കിളിന്റെ അകത്ത് O എന്ന് പറയുന്നത് സെന്റർ ആണ്, ഒറിജിൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് സർക്കിളിന്റെ റേഡിയസ് 2 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതിന് OBയും അറിയണം, ABയും അറിയണം. കാരണം എക്സും വൈയും ആക്സിസിലെ കോർഡിനേറ്റ്സ് അറിയണം. സോ OB എന്ന് പറയുന്നതും AB കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. AB എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ നമ്മൾ അങ്ങ് വരയ്ക്കുകയാണ് ചെയ്തത്. സോ അപ്പൊ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇത് 30 ഡിഗ്രി ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ OAB എന്ന് പറയുന്ന ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആ റേഷ്യോയിലാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ സൈഡ്സിന്റെ റേഷ്യോ 1:√3:2 ആയിരിക്കും. സോ 30ക്ക് കറസ്പോണ്ടിങ് ആണ് 1, 60ക്ക് കറസ്പോണ്ടിങ് √3 ആയിരിക്കും, 90ക്ക് കറസ്പോണ്ടിങ് 2 ആണ്. അതായത് AB എന്ന് പറയുന്നത്
എ ബി ഈസ് ടു ഒ ബി ഈസ് ടു ഒ എ എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഇവിടെ സൈഡ്സിന്റെ റേഷ്യോ വരുന്നത്. അപ്പൊ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 എന്ന് വരും അല്ലെ. ഒ എ എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഒ എ എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എ ബി എന്ത് വരും? അതിന്റെ നേരെ പകുതി വരും. സോ 1 കിട്ടും എ ബി എന്ന് പറയുന്നത്. ഒ ബി എന്ന് പറയുന്നത് 1ന്റെ കൂടെ √3 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ √3 വരും. സോ രണ്ടും കൂടി ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? എയുടെ കോർഡിനേറ്റ് ഇത് √3 ആണ്, ഇത് 1 ആണ്. സോ √3 1 ഓപ്ഷൻ ബി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പോവുക. ഇതിനിങ്ങനെ സിമ്പിൾ വേയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് 1 മിനിറ്റ് താഴെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ സെറ്റിന്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റ് കോച്ചിങ്ങും കേഡറ്റിന്റെ കോച്ചിങ്ങും എല്ലാത്തിന്റെയും കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, റിവിഷൻ എക്സാംസും മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷനും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സും അതായത് PDF നോട്ട്സും പ്രൊവൈഡ് ചെയ്യും. വാട്സപ്പിൽ കൂടെ PDF നോട്ട്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മെന്റർ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സ്, അതായത് ഇപ്പൊ പഠിപ്പിക്കുന്ന ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിന്റെ അതേ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ്ങും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് അവരോട് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, അത് എല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കേഡറ്റിന്റെയും സിറ്ററ്റിന്റെയും ഏത് കോച്ചിങ് വേണമെങ്കിലും നെറ്റ്, സെറ്റ്, HSC, HSST, LPSC, UPSC, PSC തുടങ്ങിയ എല്ലാ കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ കൂട്ടത്തിലേക്ക് വരാം. നമ്മുടെ വിജയികളുടെ ഒരു പോസ്റ്ററാണിത്. നമ്മൾ VHSC മാത്സിന് ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വരാം. നമ്മളിന്ന് കോണ്ടന്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്, അതുപോലെ തന്നെ കോർഡിനേറ്റ് ജോമെട്രി ആണ്. ഇനി നമ്മൾ പെഡഗോഗിയിലേക്ക് കിടക്കുവാണ്. പെഡഗോഗിയുടെ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർത്തുവാണ്, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനകത്ത് എല്ലാ മെത്തേഡ്സും നിങ്ങൾ പഠിച്ചിട്ട് പോകാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന മെത്തേഡ്സ് ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ പെഡഗോഗി തുടങ്ങാം. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, അനലിറ്റിക്, സിന്തറ്റിക്, പ്രോബ്ലം സോൾവിംഗ്, പ്രൊജക്ട് മെത്തേഡ്, ഇത്രയും മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, അതിന്റെ ഫൗണ്ടർ, അങ്ങനെയുള്ള ഫൗണ്ടേഴ്സ് ഒക്കെ ഉള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മെത്തേഡ്സ് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വാങ്ങിച്ചു നോക്കിയിട്ട് പോകാൻ. അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് സഹിതം പഠിച്ചിട്ട് പോകണം, കാരണം അതുവരെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ട് മെത്തേഡ് ആണ്. ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു മെത്തേഡ് എടുത്താൽ ബാക്കി എല്ലാ മെത്തേഡ്സും നോക്കിയിട്ട് പോവുക. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പെഡഗോഗി രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരിക്കും, ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. അപ്പൊ നമുക്ക് കിടക്കാം. പ്രൊജക്ട് മെത്തേഡിന്റെ അത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫൗണ്ടർ എന്ന് പറയുന്നത് കിൽപാട്രിക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. പ്രാഗ്മാറ്റിക് ഫിലോസഫിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്ട് മെത്തേഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കോർഡിനേഷൻ, കോർപ്പറേറ്റീവ് ലേണിംഗ് ഒക്കെ നമുക്ക് നടത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രൊജക്ട് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും പ്രൊജക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പൊ ആ പ്രൊജക്ട് എന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കണം, നോൺ ടു അൺനോൺ ആയിരിക്കണം, ഡെഫിനിറ്റ് ടു ഇൻഡെഫിനിറ്റ് ആയിരിക്കണം, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ആയിരിക്കണം, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ്, എംപിരിക്കൽ ടു റാഷണൽ. അതായത് മാക്സിംസ് ഓഫ് ടീച്ചിങ് ആണ് ഇതെന്ന് പറയുന്നത്. മാക്സിംസ് ഓഫ് ടീച്ചിങ് ആണ്. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ ഏതൊക്കെയാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ മാത്സ് നമ്മൾ 1ാം ക്ലാസ് പഠിച്ച രീതി ആയിരിക്കില്ല നമ്മൾ എവിടെ പഠിക്കുന്നത്, PGയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. PGയിൽ പഠിക്കുന്നത് അങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്തിലും വരണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലാണെങ്കിലും അങ്ങനെ വേണം പോകാൻ എന്നതാണ് ഈ മാത്സ് ഓഫ് ടീച്ചിങ് മെയിൻലി പറഞ്ഞു വെക്കുന്നത്. സോ നമ്മൾ പ്രൊജക്ട് മെത്തേഡ്, പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റിൽ വേണം പോകാൻ വേണ്ടിയിട്ട് എന്നതാണ് പറയുന്നത്. പ്രൊജക്ട് മെത്തേഡ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ പ്രൊജക്ട് ഉണ്ട്, രണ്ടാമത്തത് ഗ്രൂപ്പ് പ്രൊജക്ട് ഉണ്ട്. നമുക്കറിയാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ പ്രോജക്ട്. നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്യുന്ന പ്രൊജക്ടുകൾ കുറെയൊക്കെ എന്താണ്, ഇൻഡിവിജ്വൽ പ്രോജക്ട്സുകളാണ്. പിന്നെ ഗ്രൂപ്പ് പ്രോജക്റ്റുകളുണ്ട്. ഗ്രൂപ്പ് പ്രോജക്ട് എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഈ ഡിഗ്രിക്കൊക്കെ ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് പ്രോജക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ PG പഠിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ, PGക്ക് എന്തായിരിക്കും, ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പും പ്രൊജക്റ്റും ഇൻഡിവിജ്വൽ പ്രൊജക്റ്റും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ കിൽപാട്രിക്കിന്റെ അഭിപ്രായത്തിൽ 4 ടൈപ്പ് പ്രൊജക്ട് ഉണ്ട്. ജസ്റ്റ് ആ ടേംസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്രിയേറ്റീവ് ഓർ കൺസ്ട്രക്റ്റീവ് പ്രൊജക്ട്, പ്രോബ്ലമാറ്റിക് പ്രൊജക്ട്,
ആർട്ടിസ്റ്റിക് പ്രൊജക്ട്, ഡ്രിൽ പ്രൊജക്ട്, അങ്ങനെ 4 ടൈപ്പ് ആയിട്ട് നമ്മുടെ കിൽപാട്രിക് പ്രൊജക്ടിനെ തിരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതുവരെ ചോദിച്ചിട്ടില്ല ഇതൊന്നും, ഈ ഏരിയയിൽ ചോദിച്ചിട്ടില്ല. അതായത് ഈ പ്രൊജക്ടിന്റെ ഇതിങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ അത് ഒന്ന് അങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത് നന്നായിരിക്കും. സ്റ്റെപ്സ്, പ്രൊജക്ടിന്റെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെറ്റിച്ചൊക്കെ തരാം, ചിലപ്പോൾ ഓർഡർ ആക്കി ചോദിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏത്, ലാസ്റ്റ് സ്റ്റെപ്പ് ഏത്, നടുവിലത്തെ സ്റ്റെപ്പ് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. എന്താണ് ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ, അതായത് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയാണോ, നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഉണ്ട് എന്നുള്ളത് കാര്യം നമുക്കറിയാം. ആ ഒരു കാര്യം നമ്മൾ ആദ്യം ഒരു ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ പ്രപ്പോസിംഗ് ആൻഡ് ചൂസിംഗ് ദ പ്രോജക്ട്, ഒരു സബ്ജക്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ, അതിനെ മുന്നോടിയായിട്ടുള്ള വേറെ കാര്യങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ എന്ത് ചെയ്യാം. അപ്പൊ അതിന് ആദ്യം സബ്ജക്ട് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക. പിന്നെ പ്ലാൻ ചെയ്യാം, ഇത് എങ്ങനെ പ്രൊജക്ട് കണ്ടക്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്ത് തുടങ്ങണം, ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പ്രൊജക്ട് ചെയ്ത് തുടങ്ങാം. അതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് പ്രൊജക്ടിന്റെ ആക്ച്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, നമ്മൾ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലായിട്ട് ബൈൻഡ് ചെയ്ത് കൊണ്ട് വയ്ക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മളൊന്ന് നോക്കി, ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് നോക്കി, ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ ഒന്ന് നോക്കിപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ഇവാലുവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് വേണം കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ കറക്ഷൻ ഒക്കെ നടത്തിയിട്ട് വേണം എന്ത് ചെയ്യുക, ആ പ്രൊജക്ടിന്റെ കാര്യങ്ങളെല്ലാം അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. അടുത്തതെന്ന് പറയുന്നത് മെറിറ്റ്സ് ഓഫ് പ്രൊജക്ട് മെത്തേഡ്. പ്രൊജക്ട് മെത്തേഡിന്റെ മെറിറ്റ്സ് ആണ് നമുക്ക് അടുത്തത് വേണ്ടത്. മെറിറ്റ്സ് ഓഫ് പ്രൊജക്ട് മെത്തേഡ് ബേസ്ഡ് ഓൺ വേരിയസ് സൈക്കോളജിക്കൽ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇത് ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. കാരണം കാണാതെ പഠിക്കണ്ട, പെഡഗോഗി അങ്ങനെ എല്ലാം കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പേരുകളൊക്കെ കാണാതെ പഠിച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. കാരണം പ്രൊജക്ട് മെത്തേഡിന്റെ മെറിറ്റ്സ് ആയത് ഏത്, അല്ലാത്തത് ഏത്, യോജിക്കുന്നത് ഏത്, യോജിക്കാത്തത് ഏത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിരിക്കുക. സൈക്കോളജിക്കൽ ലോസിനെയും പ്രിൻസിപ്പിൾസിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചിൽഡ്രൻ എന്തായിരിക്കും, ആക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നോർമലി ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ അല്ലല്ലോ, പ്രൊജക്ട് ചെയ്യുമ്പോൾ ഓടി നടന്ന് പിള്ളേരെല്ലാവരും ചെയ്യും, നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്ടിവിറ്റി, റിയാലിറ്റി, ഇഫക്റ്റ് ആൻഡ് ലേണിംഗ് ബൈ ഡൂയിങ്. ഡെവലപ്സ് കോർപ്പറേറ്റീവ് ഫീലിംഗ് ആൻഡ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ. അതായത് കോർപ്പറേറ്റീവ് ഫീലിംഗ്, ഒരു ഗ്രൂപ്പ് ഇന്ററാക്ഷൻ. നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അടുത്തും കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമല്ലേ. അപ്പൊ ഒരു കോർപ്പറേറ്റീവ് ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഒക്കെ വേണ്ടിയിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സോളിഡ് ആൻഡ് ഡ്യൂറബിൾ. നമുക്ക് കിട്ടിയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഡ്യൂറബിളും ആയിരിക്കും. ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക് ആൻഡ് സയന്റിഫിക് ഇൻ നേച്ചർ. ആ നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെമോക്രാറ്റിക്കും ആയിരിക്കും, സയന്റിഫിക് ഇൻ നേച്ചറും ആയിരിക്കും. അത് സയന്റിഫിക് ഇൻ നേച്ചർ, നമ്മളൊരു ഒരാൾക്ക് പ്രൊജക്ട് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രൊജക്ട് ആയിരിക്കും ഒരു ടീച്ചർ കൊടുക്കുക അല്ലെ. അല്ലാതെ ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഒരാൾക്ക് പാടുള്ളത് അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ഒരു സയന്റിഫിക് മെത്തേഡാണ് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കവറി ആറ്റിറ്റ്യൂഡ്, നമ്മൾ സ്വയം കണ്ടെത്തി ചെയ്യുമല്ലേ ചെയ്യുന്നത്, അല്ല ടീച്ചർ പ്രൊജക്ട് നേരെ തരുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് സമയം നമുക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ സിലബസിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഇത് എക്കണോമിക്കൽ അല്ല, നമ്മുടെ കയ്യിൽ നല്ല കാശ് ചെലവാകും അല്ലെ. അതായത് ഇപ്പം പ്രൊജക്ട് ചെയ്തവരായിരിക്കും എല്ലാവരും. ഈ PG-യിലെ പ്രൊജക്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു കാശ് നമ്മുടെ കയ്യിൽ ചെലവായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതൊന്ന് ഓർത്താൽ മതി മനസ്സിലേക്ക്. അടുത്തത് ടെക്സ്റ്റ് ബുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടണം ഇല്ല, പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഒരുപാട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. പിന്നെ നോ പ്രൊവിഷൻ ഫോർ ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് ഫോർ സ്കിൽ റിക്വയർഡ് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് സ്കിൽസിനൊന്നും ചിലപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് വരണമെന്ന് നിർബന്ധമില്ല. ഈ പ്രോജക്റ്റ് എല്ലാ പ്രോജക്റ്റും അങ്ങനെ ആവണമെന്നില്ല. മാത്തമാറ്റിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെയുള്ള പരിപാടികളാണല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വരില്ല, ഇതിന്റെ അകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊന്നും വരില്ല. ഇനി നമുക്ക് ഇതിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രൊജക്ട് മെത്തേഡ്? പ്രൊജക്ട് മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പം മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി, ക്വസ്റ്റ്യൻ ഒന്നും എഴുതിയെടുക്കണ്ട കേട്ടോ. ഇതിന്റെ PDF ഞാൻ തരാം. ഡെവലപ്പ് ദി സ്പിരിറ്റ് ഓഫ് റിസർച്ച് ഇൻ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിലെ ഒരു റിസർച്ചിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ആയത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഭാഗ്യത്തിന് ക്യാരക്ടറിസ്റ്റിക്സ്. ഡൂയിങ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ക്വിക്ലി ഡെവലപ്സ് മെമ്മറി പവർ ഇൻ ലേണേഴ്സ്. ഇങ്ങനെയുള്ളതിനേക്കാളൊക്കെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മളൊരു റിസർച്ച് നടത്തുകയല്ല ചെയ്യുന്നത്. കോമ്പറ്റീഷനേക്കാളും കൂടുതൽ, ഇത് ബാക്കിയുള്ളതിനേക്കാൾ എല്ലാത്തിനേക്കാളും കൂടുതൽ നമുക്ക് എവിടെയാണ്, നമ്മൾ കണ്ടെത്തി ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ A ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചിട്ട് വേഗം കമന്റ് ചെയ്തേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു പ്രൊജക്ട് മെത്തേഡ്? പ്രൊജക്ട് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത കാര്യം എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം.
വേഗം ആൻസർ പറ. ആൻസേഴ്സ് വരുന്നുണ്ടോ? ഓക്കെ, എയും ഡിയും ഒക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു പ്രൊജക്ട് മെത്തേഡ്. അതായത് നോട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. നോട്ട് റിലേറ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ടീച്ചറിന്റെ പാർട്ടിൽ നിന്ന് ഡിഫിക്കൽട്ടി ഇൻ ദ പാർട്ട് ഓഫ് ടീച്ചർ, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വാല്യൂസ്, ഡെമോക്രാറ്റിക് വേ ഓഫ് ലേണിംഗ്, ഇൻഡിവിജ്വൽ വേ ഓഫ് ടീച്ചിങ്. എന്തായിരിക്കും? സോഷ്യൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്തെടുക്കാം, ഡെമോക്രാറ്റിക് വേ ഓഫ് ലേണിംഗ് ആയിരിക്കും, എല്ലാവർക്കും ഒരേപോലെയാണ് കൊടുക്കുന്നത്. നമ്മളെ ഇൻഡിവിജ്വൽ വേ ഓഫ് ടീച്ചിങ്, ഇൻഡിവിജ്വൽ വേ ആയിരിക്കുമല്ലോ നമുക്ക് അതെന്ന് പറയുന്നത്. നമ്മൾ സ്വയം കണ്ടെത്തി പഠിക്കുകയാണല്ലോ ചെയ്യുന്നത്, നമ്മളെ തന്നെ പഠിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ടീച്ചറിന്റെ പാർട്ടിൽ നിന്ന് അത്ര ഡിഫിക്കൽട്ട് ആണ്. ഒരു സബ്ജക്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിള്ളേരല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നോക്കുമ്പോൾ ടീച്ചറിന്റെ പാർട്ടിൽ നിന്നുള്ള ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് എന്തല്ല, അത്ര വലിയ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ടീച്ചർ പറയുന്ന ഒരുപാട് ഡിഫിക്കൽറ്റി ഒന്നും ഇല്ല, പിള്ളേർക്കാണ് കൂടുതലും ഡിഫിക്കൽറ്റി വരുന്നത്. അതിന്റെ സബ്ജക്ട് കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ് ഒരു ചെറിയൊരു, അതും കുട്ടികൾ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. ടീച്ചേഴ്സ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട് എങ്കിൽ സബ്ജക്ട്സ് എല്ലാം കുട്ടികൾ തന്നെ കണ്ടുപിടിക്കുന്നു, കാര്യങ്ങളെല്ലാം കുട്ടികൾ ചെയ്യുന്നു, അതൊന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്യുക മാത്രമേ ടീച്ചർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും നമുക്ക് ഓപ്ഷൻ വരിക? ഡിഫിക്കൽട്ടി ഇൻ ദ പാർട്ട് ഓഫ് ടീച്ചർ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രൊജക്ട് മെത്തേഡ്. ഇതെല്ലാം PYQs ആണ് കേട്ടോ. ഈ പ്രൊജക്ട് മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത, ശ്രദ്ധിച്ചിരുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓപ്ഷൻ ഉണ്ട്, ഇത് ആരും തെറ്റിച്ചിട്ടില്ല, എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്താണ്? എക്സിക്യൂഷൻ ഓഫ് പ്രോജക്റ്റ് ആണോ? അല്ല, പ്ലാനിങ് ദ പ്രൊജക്ട് ആണ്. നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന എവിടെയാണ്? ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ ഫോർ ദ പ്രൊജക്ട്, പ്ലാനിങ് ദ പ്രൊജക്ട്, റെക്കോർഡിംഗ് ദ പ്രൊജക്ട്. അപ്പൊ സ്റ്റെപ്പ് അറിയില്ലെങ്കിൽ ഈ ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ആണോ എന്ന് തോന്നും. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊജക്ട് മെത്തേഡിന്റെ ഒക്കെ എല്ലാത്തിന്റെ സ്റ്റെപ്പ് ഒക്കെ ഉള്ള മെത്തേഡ്സ് എല്ലാം പഠിച്ചിട്ട് പോവുക. കാരണം ആ സ്റ്റെപ്പിന്റെ ഒക്കെ ഓർഡർ ഒക്കെ തെറ്റിച്ചൊക്കെ തരാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ സംശയമൊക്കെ തോന്നും, ഇതൊക്കെ സ്റ്റെപ്പ് ആണോ എന്നുള്ള തോന്നലൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ ഫോർ ദ പ്രോജക്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് ഒന്നുകൂടി നോക്കാം. ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ, പ്രൊപ്പോസിംഗ് ആൻഡ് ചൂസിംഗ് ദ പ്രോജക്ട്, പ്ലാനിംഗ് ദ പ്രോജക്ട്, എക്സിക്യൂഷൻ ഓഫ് ദ പ്രോജക്ട്, ഇവാലുവേഷൻ ഓഫ് ദ പ്രോജക്ട്, റെക്കോർഡിംഗ് ദ പ്രോജക്ട്. ഇത്രയും കാര്യങ്ങളാണ്, 6 സ്റ്റെപ്പാണ് അതിനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വയ്ക്കാം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the most important prerequisite for introducing binomial theorem in class 11? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ഇപ്പൊ പ്രൊജക്ട് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് മാത്സിലെ ഏതെങ്കിലും ഒക്കെ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഇന്ന ക്ലാസ്സിൽ നമുക്ക് ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് പ്രീറിക്വിസിറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത് കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിലപ്പം ഏത് ഇത് രീതിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണോ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണോ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണോ, കോൺഗ്രുവന്റ് ആൻഡ് സിമിലർ ട്രയാങ്കിൾസ് ആണോ? എല്ലാവരും ആൻസർ പറയുന്നുണ്ട്, എല്ലാവരുടെയും കറക്റ്റ് ആൻസർ തന്നെയാണ്. ബൈനോമിയൽ തിയറം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി 3 പേരെയും പഠിച്ചിട്ട് കാര്യമില്ല. ആരെ പഠിക്കണം? പെർമ്യൂട്ടേഷൻസിനെയും കോമ്പിനേഷനെയും തന്നെ പഠിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് തന്നെ മാക്സിമം PYQs ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. അപ്പൊ പെർമ്യൂട്ടേഷൻസിനെയും കോമ്പിനേഷനെയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബൈനോമിയൽ തിയറത്തിന്റെ ഒരു ബൈനോമിയൽ തിയറം പഠിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ്. വേഗം തന്നെ പറയാം. ഇതിനകത്ത് ഒരുപാടൊന്നും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാം. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അതായത് നമുക്ക് മോഡൽസ് ഉണ്ട്. നമുക്കൊരു ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഓരോരുത്തർ ഓരോരോ മോഡൽസ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ മോഡൽസ് ആരാണ് ഫൗണ്ടർ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിലാണ് ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫൗണ്ടേഴ്സിനെ എല്ലാം തന്നെ പഠിച്ചിരിക്കണം. നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, ആ ആൾക്കാരുടെ എല്ലാവരുടെയും പേര് നമ്മൾ പഠിച്ചിരിക്കണം. സോ ഇതിന് നമുക്ക് കുറെ ഫാമിലി ആയിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ 4 ഫാമിലീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസിംഗ് ഫാമിലി എന്ന് പറയുന്നതാണ്. ആ ഇൻഫർമേഷൻ പ്രോസസിംഗ് ഫാമിലി ഫോക്കസ് ചെയ്യുന്നത് ഇന്റലക്ച്വൽ കപ്പാസിറ്റിനെ, അതായത് നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കപ്പാസിറ്റിനെയാണ് അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന ആളുകൾ, ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണ്, PYQ ആണ്. ജെറോം എസ് ബ്രൂണർ ആണ് അതിന്റെ ഫൗണ്ടർ. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഹിൽഡ ടാബിയാണ്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഇത് PYQ ആണ്. റിച്ചാർഡ് സച്ച്മാൻ ആണ് അതിന്റെ ഫൗണ്ടർ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഓസ്വെൽ ആണ്. ഇത് 4 പേരും നമുക്ക് അറിയാവുന്ന ആളുകളാണ്. ഹിൽഡ ടാബ് മാത്രമാണ് കുറച്ച് ഇച്ചിരി പരിചയക്കുറവുള്ള ആളുള്ളൂ. ബാക്കി 3 പേരും നമുക്ക് അറിയാവുന്നതാണ്. 3 പേരും PYQs ആണ് കേട്ടോ.
അടുത്തത് ന്യൂമാറ്റിക് മോഡല്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിന്റെ അകത്ത് നമുക്ക് അറിയാവുന്ന പേര് ലെവിനും ആൻഡേഴ്സണും നമുക്ക് അറിയാവുന്ന പേരാണ്. പ്രിസ്ലി എന്ന് പറയുന്നത് നമുക്കത് അത്രയും പരിചയമില്ലാത്തൊരു പേരാണ്. കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് മോഡൽ ഉണ്ട്, ജീൻ പിയാഷെ ഉണ്ട്, കോൾബർഗ്, സീഗൽ. അതായത് ജീൻ പിയാഷയും കോൾബർഗും നമ്മൾ പഠിക്കുന്നതാണ്, സൈക്കോളജിയിൽ എല്ലാവരും പഠിക്കുന്നതാണ് അല്ലേ. അപ്പൊ കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് മോഡൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിക്കാം. സയന്റിഫിക് ഇൻക്വയറി മോഡൽ ജോസഫ് ഷ്വാബ് ആണ്. സിന്തറ്റിക് മോഡല് ഫിൽ ഗോർഡൺ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഇത്രയും പേര് നമുക്ക് അറിയാവുന്ന ആളുകളുടെ എല്ലാ മോഡൽസ് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഫാമിലി 2. സെക്കൻഡ് ഫാമിലി എന്ന് പറയുന്നത് പേഴ്സണൽ ഫാമിലിയാണ്. പേഴ്സണൽ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. സോ ഇതിന്റെ അകത്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് മോഡല് കാൾ റോജേഴ്സ്, കാരണം ഇവരെയൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ്. സോ കാൾ റോജേഴ്സ് നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് മോഡലാണ്. അതുപോലെ തന്നെ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത് എൻഹാൻസിങ് സെൽഫ് എസ്റ്റീം മോഡൽ സെക്കൻഡ് ഫാമിലിയിൽ വരുന്നതാണ്. അവയർനെസ് ട്രെയിനിങ് മോഡൽ വില്യം, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വില്യം ഷട്ട്സ് ആൻഡ് ജോർജ് ബ്രൗൺ. വില്യം ഗ്ലാസറിന്റെയാണ് ക്ലാസ് റൂം മീറ്റിംഗ് മോഡൽ. അപ്പൊ ഈ രണ്ട് മോഡൽസും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇവർ രണ്ടുപേരും നമ്മൾ പഠിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് ഫാമിലിയിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് തേർഡ് ഫാമിലി ഉണ്ട്. തേർഡ് ഫാമിലിയിൽ വരുന്ന ആളാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ. ജോൺ ബി ആണ്. എഡ്വേർഡ് ടെലൻ ഉണ്ട്. റോൾ പ്ലേ മോഡൽ ഫെനി ആൻഡ് ജോർജ് ഷാഫ്റ്റൽ. പിന്നെ അടുത്തതൊന്നും നമുക്ക് സോഷ്യൽ ഇൻക്വയറി മോഡൽ ടെലൻ ഒലിവർ ഷാവർ. ഈ ആൾക്കാരൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ 3-4 പേരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേര് നിന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ലബോറട്ടറി ട്രെയിനിങ് മോഡൽ, ഇത് ഒരാളുടെ പേരല്ല, നാഷണൽ ട്രെയിനിങ് ലബോറട്ടറി ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ അതുകൊണ്ട് ലബോറട്ടറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത് നാഷണൽ ട്രെയിനിങ് ലബോറട്ടറി, ഒരാളുടെ പേര് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് ആ പേര് എഴുതുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വെക്കുക കേട്ടോ. ഇവരുടെ എംഫസിസ് എന്ന് പറയുന്നത് സോഷ്യൽ ഫാമിലി എന്ന് പറയുന്ന പോലെ സൊസൈറ്റിയാണ് അവർക്ക് കുറച്ചുകൂടി എംഫസിസ് കൊടുക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ബിഹേവിയറൽ സിസ്റ്റം ഫാമിലിയാണ് അടുത്തത്. അതായത് ബിഹേവിയർ, ഒബ്സർവബിൾ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫോർത്ത് ഫാമിലി മോഡൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാസ്റ്ററി ലേണിംഗ് മോഡൽ ബെഞ്ചമിൻ എസ് ബ്ലൂം. നമുക്കറിയാം ബ്ലൂംസ് ടാക്സോണമി നമ്മളിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് പഠിക്കുക. പിന്നെ അടുത്ത ബി എഫ് സ്കിന്നറിന്റെ മോഡലാണ് കണ്ടിജൻസി മാനേജ്മെന്റ് മോഡൽ. സോഷ്യൽ ലേണിംഗ് മോഡൽ ബണ്ടൂരയുടെയാണ്. സിമുലേഷൻ മോഡല് കാൾ സ്മിത്തിന്റെയും മേരി സ്മിത്തിന്റെയും ആണ്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുന്നത് ടോം ഗുഡ് ആൻഡ് അതേഴ്സ്. ഇത്രയും പേരുണ്ട്. അതായത് ഇവരൊക്കെ നമ്മൾ പഠിക്കുന്ന ആളുകളാണ്. ബെഞ്ചമിൻ എസ് ബ്ലൂമും ബി എഫ് സ്കിന്നറും ആൽബർട്ട് ബണ്ടൂരും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇതിന് മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓസ്ബൽ, മേയർ, സച്ച്മാൻ, ജോയ്സ്. ഓസ്ബൽ, മേയർ, സച്ച്മാൻ, ജോയ്സ് ഏതാണ്? ഓപ്ഷൻ സി ആണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം. യെസ്, സച്ച്മാൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നത്തെ വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട് ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. സോ കഴിഞ്ഞ തവണത്തെ ഈ തൊട്ട് കഴിഞ്ഞ കേഡറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. റിച്ചാർഡ് സച്ച്മാൻ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? സെയിം ക്വസ്റ്റ്യൻ അല്ലേ നോക്കിയ, സെയിം ഏരിയ. മോഡൽസ് ഓഫ് ടീച്ചിങ് അല്ല, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് തന്നെയാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? സച്ച്മാനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. റിച്ചാർഡ് സച്ച്മാൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? എന്താണ്? കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഉണ്ട്, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഉണ്ട്, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഉണ്ട്, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഉണ്ട്. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് അറിയാം. ഈ മോഡൽസ് 3 പേരും ആരാണ് ഇൻവെന്റ് ചെയ്തതെന്ന് കൂടി നമ്മളൊന്ന് പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ അടുത്ത ഈ പ്രാവശ്യത്തെ എക്സാമിന് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മോഡൽസ് എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതുപോലെ തന്നെ കോർഡിനേറ്റ് ജോമെട്രി, പിന്നെ പെഡഗോഗിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക് കൂടിയാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഞാൻ വീട്ടിൽ ചെന്നിട്ട് നോക്കാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി കഴിഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ്ങിൽ ചേരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടൊക്കെയാണ് ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നതാണ്. സോ നന്നായി തന്നെ പഠിക്കുക. മാത്സ് ആയതുകൊണ്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. SCRT, NCERT അല്ലാതെ വല്ല ക്വസ്റ്റ്യൻ ബാങ്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് ഒരു ഫ്രീ മോഡൽ എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ മോഡൽ എക്സാം 14th ജാനുവരിയിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ജനുവരി 14 തീയതി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുക. കുറച്ച് കോൺഫിഡൻസ് കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? Any doubts?
ഓക്കെ, അപ്പോൾ ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ചെയ്ത് പഠിക്കാട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫാസ്റ്റ് സ്പീഡിൽ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റേ ഉള്ളൂ, അപ്പൊ അത്രയും സ്പീഡിൽ തന്നെ ചെയ്യാട്ടോ. നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും കേട്ട എക്സാം കിട്ടിക്കേട്ടൊക്കെ കാറ്റഗറി 3 ക്രാക്ക് ചെയ്യാൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ടോസ് അക്കാഡമിയിലേക്ക് പോരുക. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ച് അടുത്ത വർഷം അടുത്ത പ്രാവശ്യത്തെ ഉറപ്പായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു.